ഇക്കണോമിക്സ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഫസ്റ്റ് മൊഡ്യൂളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഡെവലപ്മെൻറ്റ് വേഴ്സസ് ഗ്രോത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. സോ ഇക്കണോമിക് ഗ്രോത്ത് ഫോക്കസ് ഓൺ ദ ഇൻക്രീസ് ഇൻ ഔട്ട്പുട്ട് ആൻഡ് ഇൻകം, വൈൽ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് എൻകംപോസസ് ബ്രോഡർ ചേഞ്ച് ഇൻ ദ സ്ട്രക്ചർ ഓഫ് ദ എക്കോണമി. അതായത് ഇക്കണോമിക് ഡെവലപ്മെൻറ്റും അതുപോലെ ഇക്കണോമിക് ഗ്രോത്തും തമ്മിലുള്ള പലതരത്തിലുള്ള ഡിഫറൻസിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇക്കണോമിക് ഗ്രോത്ത് അതായത് സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നത് ഒരു സൊസൈറ്റിയിൽ ഉണ്ടാവുന്ന ഔട്ട്പുട്ടിൻ്റെ, അതായത് ഉൽപ്പാദനത്തിലൊക്കെ ഉണ്ടാവുന്ന അല്ലെങ്കിൽ വരുമാനത്തിലുണ്ടാവുന്ന ഒക്കെ തന്നെ വർധനവിനെയാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. എന്നാൽ സാമ്പത്തിക വികാസം അതായത് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് സ്ട്രക്ചർ ഓഫ് ദ എക്കോണമി, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം, ഇംപ്രൂവ്മെൻറ്റ് ഇൻ ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ഓൾ സെഗ്മെൻറ്റ്സ് ഓഫ് ദ സൊസൈറ്റി, ഇത്തരം കാര്യങ്ങളെയൊക്കെയാണ് അത് എൻകംപോസ് ചെയ്യുന്നത്. അതായത് സമ്പദ് വ്യവസ്ഥയുടെ ഘടനയിലും അല്ലെങ്കിൽ വരുമാനത്തിൻ്റെ വിതരണത്തിലും സമൂഹത്തിൻ്റെ എല്ലാ വിഭാഗത്തിലും ഉണ്ടാകുന്ന ജീവിത നിലവാരം മെച്ചപ്പെടുന്നതിനുമുള്ള മാറ്റങ്ങളൊക്കെ തന്നെയാണ് ഡെവലപ്മെൻറ്റിൽ പറയുന്നത്. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാമ്പത്തിക വളർച്ച അതായത് എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് പ്രൊഡക്ഷനിലും അല്ലെങ്കിൽ ഇൻകത്തിലും ഉണ്ടാകുന്ന ഇൻക്രീസിനെ പറയുമ്പോൾ, ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ആ ഒരു എക്കോണമിയുടെ സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന മാറ്റം, ഇൻകം ഡിസ്ട്രിബ്യൂഷനിൽ ഉണ്ടാകുന്ന മാറ്റം, അതുപോലെ ഓരോ പീപ്പിളുടെയും സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിൽ ഉണ്ടാകുന്ന മാറ്റത്തെയൊക്കെ തന്നെയാണ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റിൽ പറയുന്നത്. Development involves not only increasing the overall wealth of a nation, but also ensuring that this wealth is distributed equitably and used to enhance the well-being of all citizens. അതായത് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ മൊത്തത്തിലുള്ള സമ്പത്ത് അല്ലെങ്കിൽ ഇൻകം വർദ്ധിപ്പിക്കാതെ വെൽത്ത് വർദ്ധിപ്പിക്കുക എന്നത് മാത്രമല്ല, ഈ വെൽത്തൊക്കെ തന്നെ തുല്യമായിട്ട് വിതരണം ചെയ്യപ്പെടുകയും എല്ലാ പൗരന്മാരും എല്ലാ ഇൻഡിവിജ്വലിനും അവരുടെ വെൽഫെയർ വർദ്ധിപ്പിക്കുന്നതിന് ഇത് ഉപയോഗിക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വെൽത്ത് ദാരിദ്ര്യം ഇല്ലാതാക്കാനും വിദ്യാഭ്യാസം നൽകാനും അതുപോലെ സാങ്കേതിക പുരോഗതി അതായത് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റിനെ പ്രൊമോട്ട് ചെയ്യാനും അതുപോലെ മൊത്തത്തിലൊരു സോഷ്യൽ മൊബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയും ചെയ്യണമെന്നാണ് പറയുന്നത്. അതാണ് ഡെവലപ്മെൻറ്റിൽ പറയുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇക്കണോമിക് ഗ്രോത്ത് ഈസ് ജസ്റ്റ് വൺ ആസ്പെക്ട് ഓഫ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്. വൈൽ ഗ്രോത്ത് മേ ലീഡ് ടു ആൻ ഇൻക്രീസ് ഇൻ നാഷണൽ ഇൻകം ആൻഡ് ഔട്ട്പുട്ട്, ഡെവലപ്മെൻറ്റ് ഗോസ് ബിയോണ്ട് ദിസ് ബൈ അഡ്രസ്സിംഗ് സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ഇനക്വാളിറ്റീസ്, പ്രൊമോട്ടിംഗ് സസ്റ്റൈനബിലിറ്റി ആൻഡ് എൻഹാൻസിംഗ് ദ ഓവറോൾ ഇക്വാളിറ്റി ഓഫ് ലൈഫ് ഓഫ് ദ പോപ്പുലേഷൻ. അതായത് സാമ്പത്തിക വളർച്ച അതായത് എക്കണോമിക് ഗ്രോത്തും അതുപോലെ തന്നെ സാമ്പത്തിക വികസനം അതായത് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നതിൻ്റെ ഒരു വശമാണ്. ഇക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് നാഷണൽ ഇൻകത്തിലും ഔട്ട്പുട്ടിലും ഉണ്ടാകുന്ന ഇൻക്രീസിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് സോഷ്യലും എക്കണോമിക് ഇനക്വാളിറ്റീസ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും എപ്പോഴും സസ്റ്റൈനബിലിറ്റി അവിടെ ഉണ്ടാവണം. അതായത് സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള അസമത്വങ്ങളൊന്നും ഇല്ലാതെ സുസ്ഥിരതയെ പ്രോത്സാഹിപ്പിക്കുകയും അതുപോലെ ജനങ്ങളുടെ മൊത്തത്തിലുള്ള ജീവിത നിലവാരം ഉയർത്തുന്നതിനെയും ഒക്കെ തന്നെയാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇതാണ് ഡെവലപ്മെൻറ്റ് വേഴ്സസ് ഗ്രോത്തിനെ കുറിച്ചുള്ള ജസ്റ്റ് ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി ജസ്റ്റ് നമുക്ക് ഇതിൻ്റെ ടോട്ടലായിട്ടുള്ള ഒരു കമ്പാരിസൺ ടേബിൾ നോക്കുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാവും. ഇപ്പോൾ തന്നിരിക്കുന്ന ടേബിൾ നോക്കുക, ഇക്കണോമിക് ഗ്രോത്തും ഇക്കണോമിക് ഡെവലപ്മെൻറ്റും തമ്മിലുള്ളൊരു ഡിഫറൻസ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 2 മാർക്കിനും 5 മാർക്കിനും ഒക്കെ ചോദിക്കാവുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ് ഇക്കണോമിക് ഗ്രോത്തും ഇക്കണോമിക് ഡെവലപ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് എന്താണ്? പ്രൊഡക്റ്റീവ് കപ്പാസിറ്റിയിലും ഔട്ട്പുട്ടിലും ഉണ്ടാവുന്ന ഇൻക്രീസിനെയാണ് നമ്മൾ പറയുന്നത് ഗ്രോത്ത് എന്ന്. പക്ഷേ ഡെവലപ്മെൻറ്റ് എന്താണ് പറയുന്നത്? സ്ട്രക്ചറൽ ചേഞ്ചസ് ഇൻ ദ എക്കോണമി, ഒരു എക്കോണമിയിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ സമ്പദ്ഘടനയിലെ ഘടനാപരമായിട്ടുള്ള മാറ്റങ്ങളാണ് ഡെവലപ്മെൻറ്റിൽ ഉണ്ടാവുന്നത്. അതുപോലെ എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് ഗ്രോത്ത് റിലേറ്റ്സ് ടു ഗ്രാജുവൽ ഇൻക്രീസ് ഇൻ GDP, കൺസംഷൻ, ഗവൺമെൻറ് സ്പെൻഡിങ്, ഇൻവെസ്റ്റ്മെൻറ്റ്, നെറ്റ് എക്സ്പോർട്ട്സ് ഒക്കെ. അതായത് GDPയിലൊക്കെ ഒരു ഇൻക്രീസ് ഉണ്ടാവും, കൺസംഷനിലും ഗവൺമെൻറ് സ്പെൻഡിങ്ങിലൊക്കെ ഒരു ഇൻക്രീസ് ഉണ്ടാവുന്നത്, ഇൻവെസ്റ്റ്മെൻറ്റിലൊക്കെ ഇൻക്രീസ് ഉണ്ടാവുന്നത് എക്കണോമിക് ഗ്രോത്ത് വഴിയാണ്. അതായത് എക്കണോമിക് ഗ്രോത്ത് അതിലൂടെയാണ് പറയുന്നത്. ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഗ്രോത്ത് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്, അതുപോലെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻക്രീസ് ചെയ്യുക, ഇതൊക്കെയാണ് എക്കണോമിക് ഡെവലപ്മെൻറ്റിൽ പറയുന്നത്. ഗ്രോത്ത് റെഫേഴ്സ് ടു ഇൻക്രീസ് ഇൻ റിയൽ ഔട്ട്പുട്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ലൈക്ക് ഇൻക്രീസ് ഇൻ ദ ഇൻകം, സേവിങ്, ഇൻവെസ്റ്റ്മെൻറ്റ് എക്സെട്ര. അതായത് വരുമാനം, സമ്പാദ്യം, അതുപോലെ നിക്ഷേപം, ഇവയിലൊക്കെ തന്നെ വർധനവ് ഉണ്ടാവുകയും അതുപോലെ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ഒക്കെ തന്നെ ഒരു യഥാർത്ഥ ഉൽപ്പാദനത്തിലെ പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു പ്രോസസ്സിൻ്റെ വർധനവിനെയൊക്കെ തന്നെ ഈ സാമ്പത്തിക വളർച്ച സൂചിപ്പിക്കുന്നു. ഇക്കണോമിക് ഡെവലപ്മെൻറ്റിലേക്ക് പറയുമ്പോൾ ദാറ്റ് ഇംപ്ലൈസ് ദ ചേഞ്ചസ് ഇൻ ഇൻകം, സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അലോങ് വിത്ത് ചേഞ്ചസ് ഇൻ സോഷ്യോ എക്കണോമിക് സ്ട്രക്ചർ ഓഫ് എ എക്കോണമി. അതായത് സോഷ്യോ എക്കണോമിക് സ്ട്രക്ചർ ഓഫ് എക്കോണമിയിൽ ഉണ്ടാവുന്ന സേവിങ്സിലും ഇൻവെസ്റ്റ്മെൻറ്റിലും ഒക്കെ ഉണ്ടാവുന്ന ഒരു ചേഞ്ച്, ഇൻകം സേവിങ്സിലും ഇൻവെസ്റ്റ്മെൻറ്റിലും ഒക്കെ ഉണ്ടാവുന്ന ഒരു ചേഞ്ചസിനെയാണ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റിനകത്ത് പറയുന്നത്. അതുപോലെ ഗ്രോത്ത് എന്ന് പറയുന്നത്
ക്വാണ്ടിറ്റേറ്റീവും അതുപോലെ എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ക്വാളിറ്റേറ്റീവുമാണ്. അതുപോലെ GDP-യിൽ അതേപോലെ പെർ ക്യാപിറ്റ GDP അതുപോലെ തന്നെ സേവിങ് ഇൻവെസ്റ്റ് റേഷ്യോ എന്നിവയിലൊക്കെ തന്നെയാണ് ഗ്രോത്ത് ഉണ്ടാവുന്നത്. ഒരു ക്വാണ്ടിറ്റേറ്റീവ് ഗ്രോത്ത് ആണ്. ഡെവലപ്മെൻറ്റിൽ പറയുമ്പോൾ ക്വാളിറ്റേറ്റീവ് ആണ്. അതായത് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്, ജെൻഡർ റിലേറ്റഡ് ഇൻഡെക്സുകൾ, ഹ്യൂമൻ പോവേർട്ടി ഇൻഡെക്സിൽ അങ്ങനെ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാവുന്നത്. ഇനി ഇതിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇക്കണോമിക് ഗ്രോത്തിൽ ക്വാണ്ടിറ്റേറ്റീവ് ചേഞ്ചസ് കൊണ്ടുവരുമ്പോൾ ഇവിടെ ഇപ്പുറത്ത് ക്വാളിറ്റേറ്റീവ് ചേഞ്ചസ് ആണ് കൊണ്ടുവരിക. അതുപോലെ സാമ്പത്തിക വികസനത്തെക്കാളും ഒരു നാരോ കൺസെപ്റ്റാണ് എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത്. മറ്റേത് നോർമേറ്റീവ് കൺസെപ്റ്റാണ് വരുന്നത്. പിന്നെ ഗ്രോത്ത് എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റ് ഇല്ലാതെ തന്നെ അറ്റൈൻ ചെയ്യാൻ പറ്റും. അതുപോലെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഈസ് പോസിബിൾ വിത്തൗട്ട് അച്ചൈനിങ് ഗ്രോത്ത്. അതായത് ഇതില്ലാതെ തന്നെ നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഡെവലപ്മെൻറ്റ് സാധ്യമാണ്. ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു ഓട്ടോമാറ്റിക് പ്രോസസ്സാണ്. ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കോൺഷ്യസ്നെസ്, അതായത് നമ്മളിപ്പോൾ ഒരു കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ഡെലിബറേറ്റ് എഫേർട്ട് എടുത്താൽ മാത്രമാണ് ഒരു സ്റ്റേറ്റിൽ ഒരു എഫേർട്ട് എടുത്തിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ മാറ്റി കഴിഞ്ഞാലാണ് ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ ഒരു നമ്മുടെ കോൺഷ്യസ് അല്ലെങ്കിൽ ഒരു ഡെലിബറേറ്റ് ആയിട്ടുള്ളൊരു എഫേർട്ട് വേണം എക്കണോമിക് ഡെവലപ്മെൻറ്റിന്. പക്ഷേ ഗ്രോത്തിന് അത് വേണ്ട. ഇനി ഇക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റ് ഈസ് ദ പ്രോബ്ലം ഓഫ് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ്. അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിലുള്ള ഒരു പ്രോബ്ലമാണ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പുറത്തേക്ക് എക്കണോമിക് ഡെവലപ്മെൻറ്റിലേക്ക് വരുമ്പോൾ ഗ്രോത്ത് ഈസ് ദ പ്രോബ്ലം ഓഫ് ഡെവലപ്ഡ് കൺട്രീസ്. ഡെവലപ്ഡ് കൺട്രീസിലാണ് ഒരു ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു പ്രോബ്ലമായിട്ട് വരുന്നത്. ഇപ്പുറത്തെ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിലാണ് ഡെവലപ്മെൻറ്റ് ഒരു പ്രോബ്ലമായിട്ട് വരുന്നത്. ഇത് തമ്മിലുള്ളൊരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇത് നന്നായിട്ടൊന്ന് പഠിച്ചു വയ്ക്കുക. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻകം ആസ് എ മെഷർ ഓഫ് ഗ്രോത്ത് എന്നുള്ള രീതിയിലാണ്. അതായത് എന്താണ് ഈ വളർച്ചയുടെ അളവുകോലായിട്ട് വരുമാനം എങ്ങനെ മാറുന്നു എന്നാണ് പറയുന്നത്. യൂസിങ് ഇൻകം ടു മെഷർ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഹാസ് ബീൻ വൈഡ്ലി ഡിബേറ്റഡ്. അതായത് വളർച്ചയും വികാസവും ഒക്കെ തന്നെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഇൻകം ഉപയോഗിക്കുന്നത് എങ്ങനെ എന്ന് വൈഡ്ലി ഡിബേറ്റ് ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ്. ഇറ്റ്സ് കോമൺലി ബിലീവ്ഡ് ദാറ്റ് ഇഫ് ഈച്ച് പേഴ്സൺസ് ഇൻകം ഇൻക്രീസസ് ദെയർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് വിൽ ഓൾസോ ഇൻക്രീസസ്. അതായത് ഓരോ വ്യക്തിയുടെയും വരുമാനം വർദ്ധിച്ചു കഴിഞ്ഞാൽ അവയുടെ ജീവിത നിലവാരം, അതായത് അവരുടെയൊക്കെ ജീവിത നിലവാരം മെച്ചപ്പെടുമെന്ന് നമ്മൾ പൊതുവെ വിശ്വസിക്കപ്പെടുന്നുണ്ട്. എന്നിരുന്നാലും പക്ഷേ ഇത് എല്ലായ്പ്പോഴും അങ്ങനെയല്ല എന്നാണ് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആഗോളതലത്തിൽ ഒരു വ്യക്തിയുടെ ഏറ്റവും ഉയർന്ന വരുമാനം കുവൈറ്റിനായിരുന്നെങ്കിലും അവിടെയുള്ള ശരാശരി വ്യക്തി ശരാശരി അമേരിക്കക്കാരനെ പോലെ ജീവിച്ചില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരിക്കലും ഒരാൾക്ക് ഹയർ ഇൻകം ഉണ്ടായി എന്ന് വെച്ചിട്ട് അയാളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇൻക്രീസ് ആവണമെന്ന് പറയുന്നില്ല. അതായത് കുവൈറ്റിൻ്റെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹയസ്റ്റ് പെർ പേഴ്സൺ ഇൻകം എന്ന് പറയുന്നത് കുവൈറ്റിലായിരുന്നു. പക്ഷേ അവിടുത്തെ ഒരു ആവറേജ് പേഴ്സൺ പോലും ഒരു ആവറേജ് അമേരിക്കക്കാരൻ ജീവിക്കുന്നത് പോലെ ജീവിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഇനി പറയുന്നത് ദർ ആർ സെവറൽ ഇഷ്യൂസ് വിത്ത് റിലയിങ്സ് ഓൺലി ഓൺ ഇൻകം ടു മെഷർ ഗ്രോത്ത്. അതായത് ഗ്രോത്ത് അളക്കാൻ വേണ്ടിയിട്ട് വരുമാനത്തെ മാത്രം ആശ്രയിച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് പ്രശ്നം എന്ന് പറയുന്നത് പോപ്പുലേഷൻ ഗ്രോത്ത് ആണ്. അതായത് ജനസംഖ്യാ വളർച്ചയാണ്. വെൻ ദ പോപ്പുലേഷൻ ഗ്രോസ് റാപ്പിഡ്ലി ഇറ്റ് ക്യാൻ സപ്രസ് ദ ഗ്രോത്ത് ഓഫ് ഇൻകം പെർ പേഴ്സൺ എസ്പെഷ്യലി ഇൻ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ്. അതായത് ജനസംഖ്യ എന്ന് പറയുന്നത് അതിവേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. ഒരു വ്യക്തിയുടെ വരുമാനത്തിൻ്റെ വളർച്ച, അതായത് ഒരു ഇൻഡിവിജ്വലിൻ്റെ ഇൻകത്തിൻ്റെ ഗ്രോത്തിനെ സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ജനസംഖ്യയിൽ ഉണ്ടാകുന്ന വളർച്ച സ്വാധീനിക്കുന്നു. പ്രത്യേകിച്ച് അണ്ടർ ഡെവലപ്ഡ് നേഷൻസിൽ. അതായത് ഇത്രത്തോളം റിസോഴ്സസ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ അണ്ടർ ഡെവലപ്ഡ് നേഷൻസിലൊക്കെ അത്രയും റിസോഴ്സസോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള സ്റ്റേബിൾ അല്ലാണ്ടിരിക്കുമ്പോൾ ഇത്രത്തോളം പോപ്പുലേഷൻ ഗ്രോത്ത് ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ച് അവിടെ എക്കോണമി തകർന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു പെർ പേഴ്സൺ ഉള്ള ഒരു ഇൻകത്തിനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജനസംഖ്യാ വളർച്ച എന്ന് പറയുന്നത് ഒരു ഇഷ്യൂ ആണ്. അതുപോലെ തന്നെ അൺകൗണ്ടഡ് ഇക്കണോമിക് ആക്ടിവിറ്റി. എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങളും നമ്മൾ പറയുന്നത് പോലെ ഇൻകം കാൽക്കുലേഷൻസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതല്ല. ഫോർ ഇൻസ്റ്റൻസ് ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ് മച്ച് ഓഫ് ദ ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ പ്രൊഡ്യൂസ്ഡ് ആൻഡ് കൺസ്യൂംഡ് വിത്തിൻ ദ ഫാമിലീസ് ലൈക്ക് ഫുഡ് ഗ്രോൺ ആൻഡ് ഫോർ ദ പേഴ്സണൽ യൂസ് ഓർ ടാസ്ക് പെർഫോംഡ് ബൈ ഹൗസ് വൈഫ്സ് വിച്ച് ആർ നോട്ട് കൗണ്ടഡ്. അതായത് കണക്കിൽപ്പെടാത്ത സാമ്പത്തിക പ്രവർത്തനത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. ഒരു സാമ്പത്തിക പ്രവർത്തനം അല്ലെങ്കിൽ ഒരു വർക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലൈക്ക് എന്തെങ്കിലും ഒരാൾക്കാർ വർക്ക് ചെയ്യുന്ന കാര്യമൊന്നും സാമ്പത്തിക പ്രവർത്തനത്തിൽ പെടുന്നില്ല. അതായത് ഇപ്പോൾ ഭൂരിഭാഗം കുടുംബങ്ങളിലും ഇപ്പോൾ കുക്കിംഗ് ചെയ്യുക അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള സർവീസസ് കാര്യങ്ങളൊന്നും തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഓരോ വീട്ടിലും ഓരോ ഭാര്യമാർ അത് ചെയ്യുന്നത് കൊണ്ട് അതൊന്നും അതൊരു എക്കണോമിക് ആക്ടിവിറ്റിയാണ്. അപ്പോൾ അതൊന്നും കൗണ്ട് ചെയ്യപ്പെടുന്നില്ല എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അതുപോലെ തന്നെ ഫാമിലീസിലുള്ള ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ കൺസംഷനെ കുറിച്ചിട്ടൊന്നും വലിയ രീതിയിൽ എക്കണോമിക് ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ആവുന്നില്ല എന്ന് കൂടി പറയുന്നുണ്ട്. തേർഡ് വൺ എന്ന് പറയുന്നത് അണ്ടർ എസ്റ്റിമേഷൻ ഓഫ് ഇൻകം ആണ്. അതായത് വരുമാനത്തെ കുറച്ച് കാണൽ എന്ന് പറയുന്നത്. അതായത്
വിവിധ കാരണങ്ങളാൽ വരുമാനം കുറച്ച് കാണപ്പെടാം. അതായത് ഒരു എക്സാമ്പിളിന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡെവലപ്ഡ് കൺട്രീസിൽ ആളുകൾ ഭക്ഷണം സ്വയം ഉൽപ്പാദിപ്പിക്കുന്നതിന് പകരം കൂടുതൽ ഭക്ഷണം വാങ്ങുകയാണ് ചെയ്യുക. അതുകൊണ്ട് അവരുടെ ഇൻകത്തിൽ ഒരു കുറവുണ്ടാവുകയാണ്. അതായത് ഈ ഭക്ഷണം എന്ന് പറയുന്ന ഒരു കാര്യം വാങ്ങുന്നതിലൂടെ അവരുടെ ഇൻകത്തിൽ ഒരു കുറവുണ്ടാവുന്നു. പക്ഷേ നമ്മുടെ ഈ അണ്ടർ ഡെവലപ്ഡ് നേഷൻസിൽ വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ഉണ്ടാക്കുന്ന ഭക്ഷണമാണ് പലപ്പോഴും അവർ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഈ കാര്യമൊന്നും അവിടെ ചിലപ്പോൾ വരുമാനത്തിൻ്റെ കണക്കുകളിൽ പ്രതിഫലിക്കില്ല എന്നാണ് പറയുന്നത്. അടുത്തത് നോൺ മാർക്കറ്റ് ആക്ടിവിറ്റീസ് ആണ്. അതായത് നമ്മൾ ഡെവലപ്പിംഗ് കൺട്രീസിനെ സംബന്ധിച്ച് അവിടെ ഒരുപാട് അഗ്രികൾച്ചർ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുമല്ലോ. അപ്പോൾ അതിനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു അഗ്രികൾച്ചറൽ ഫാമിലി അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ടാക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങളൊന്നും മാർക്കറ്റിലേക്ക് വരുന്നില്ല, അല്ലെങ്കിൽ അത് റിലേറ്റ് ചെയ്ത് വരുന്ന ഇൻകത്തിനെ കുറിച്ചിട്ടൊന്നും വലിയ ധാരണയില്ല. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇൻകം ഉപയോഗിച്ചിട്ട്, അതായത് ഇൻകം എന്ന് പറയുന്നത് ഗ്രോത്തിൻ്റെ ഒരു മെഷർ ചെയ്യാനുള്ളൊരു ടൂളായിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ളൊരു പ്രശ്നമുണ്ട്. അതായത് നോൺ മാർക്കറ്റ് ആക്ടിവിറ്റീസ് ഇഷ്ടംമാതിരി നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻകത്തിൻ്റെ ഒരു അപൂർണമായിട്ടുള്ള പിക്ചറാണ് നമുക്ക് ലഭിക്കുന്നതെന്നാണ് പറയുന്നത്. ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് ഓവർ എസ്റ്റിമേഷൻ ഓഫ് ഇൻകം, വരുമാനത്തിൻ്റെ അമിതമായിട്ടുള്ള വിലയിരുത്തൽ. അതായത് ഒരു എക്കോണമിയിൽ സമ്പദ് വ്യവസ്ഥ വളരുന്നതിനനുസരിച്ചിട്ട് ഈ ഒരു ട്രാൻസാക്ഷൻസ് ഒക്കെ കുറച്ചുകൂടി ഡബിൾ ആക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇതൊരു അപകടത്തിലേക്ക് നയിക്കുമെന്നും വരുമാന കണക്കുകൾ വർദ്ധിപ്പിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. റിസ്ക് ഓഫ് ഡബിൾ കൗണ്ടിങ് ട്രാൻസാക്ഷൻസിനെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. അതുപോലെ എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റ്, പാരിസ്ഥിതിക ആഘാതത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സാമ്പത്തിക പ്രവർത്തനങ്ങൾ മൂലമുണ്ടാകുന്ന മലിനീകരണങ്ങൾ പോലുള്ള പല പ്രതികൂലമായിട്ടുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെയൊക്കെ വരുമാന കണക്കുകൂട്ടലുകൾ പലപ്പോഴും അവഗണിക്കുന്നു എന്ന് വേണം പറയാൻ. അതായത് ഒരു എക്കോണമിയുടെ പ്രവർത്തനങ്ങളൊക്കെ മൂലം പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതായത് നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റുകൾ, അതായത് പൊല്യൂഷൻ പോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ എക്കണോമിക് ആക്ടിവിറ്റീസ് ആണ് അതിൽ കോസ് ചെയ്യുന്നത്. പക്ഷേ ഇൻകം കാൽക്കുലേഷൻസ് എന്ന് പറയുന്നത് ഇതൊക്കെ ഇഗ്നോർ ചെയ്തുകൊണ്ടാണ് പോകുന്നത്. ഇനി ഡിപ്രിവേഷൻ ആൻഡ് ഡിപ്ലേഷൻ എന്ന് പറയുന്നത് തകർച്ചയും ശോഷണത്തെക്കുറിച്ചിട്ടാണ്. അതായത് ഡിപ്രിവേഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആൻഡ് ഡിപ്ലീഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ആർ നോട്ട് കൺസിഡേർഡ് ഇൻ ഇൻകം എസ്റ്റിമേഷൻ. ഇപ്പോൾ ഗുഡ്സിൻ്റെ ഒക്കെ തന്നെ മൂല്യത്തിലുണ്ടാവുന്ന തകർച്ച, അതുപോലെ റിസോഴ്സസിൻ്റെ ഒക്കെ തന്നെ ഇല്ലാതാവുന്നതിനെ കുറിച്ചിട്ടൊന്നും ഇൻകത്തിൽ അതിൻ്റെ കണക്കുകൂട്ടലുകളിലൊന്നും വരുന്നില്ല. അതുപോലെ എക്സ്ചേഞ്ച് റേറ്റ് ഇഷ്യൂസ്, comparing income levels across countries is challenging due to difference in currency values and purchasing power. അത് ഓരോ കൺട്രിക്കും ഓരോ പർച്ചേസിങ് പവർ ആണ്. അതുപോലെ കറൻസിയുടെ മൂല്യം എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ എക്സ്ചേഞ്ച് റേറ്റിലെ പ്രശ്നങ്ങൾ കാരണം ഇൻകം നമുക്കൊരിക്കലും നല്ല രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. സോ ഈ പരിമിതികളൊക്കെ തന്നെ കണക്കിലെടുക്കുമ്പോൾ വികസനം അളക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ഒരു വരുമാനത്തിൻ്റെ വളർച്ചയെ മാത്രം ആശ്രയിക്കുന്നത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണെന്നും, അതുപോലെ തന്നെ അതർ ഫാക്ടേഴ്സ് ലൈക്ക് കൺസംഷൻ, ഡെമോഗ്രാഫിക്സ്, എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഇൻകം ഡിസ്ട്രിബ്യൂഷൻ, പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ, ഇതൊക്കെ തന്നെ ഇതിലൊക്കെ ഉപയോഗിക്കണം. അതായത് ഒരു ഗ്രോത്ത് അളക്കാൻ വേണ്ടി ഇതൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്, ഇൻകം മാത്രമല്ല ഉപയോഗിക്കേണ്ടതെന്നാണ് പറയുന്നത്. വൈൽ ഇൻകം ഗ്രോത്ത് ഈസ് ഇമ്പോർട്ടൻറ്റ്, ഇറ്റ് ഈസ് നോട്ട് ദ ഓൺലി ഇൻഡിക്കേറ്റർ ഓഫ് ഡെവലപ്മെൻറ്റ്. അതായത് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഗ്രോത്ത് അളക്കാൻ വേണ്ടിയിട്ട് ഇത് മാത്രമല്ല, അതായത് ഇൻകത്തിൻ്റെ ഗ്രോത്തും ഒക്കെ നമ്മൾ നോക്കണം. പക്ഷേ അത് മാത്രമായിട്ട് അത് മാത്രമാണ് ഒരു ഇൻഡിക്കേറ്റർ എന്ന് നമ്മൾ വിചാരിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അടുത്തത് വാട്ട് ഈസ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. ദ മെയിൻ എയിം ഓഫ് ഡെവലപ്മെൻറ്റ് ഈസ് ടു ഇൻക്രീസ് ദ ഓപ്ഷൻസ് അവൈലബിൾ ടു പീപ്പിൾ. അതായത് ഓരോ ജനങ്ങളുടെയും ഓപ്ഷൻസ്, അതായത് ചോയ്സ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ലക്ഷ്യമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദ UNDP ഡിഫൈൻസ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ആസ് ദ പ്രോസസ് ഓഫ് എക്സ്പാൻഡിങ് പീപ്പിൾ ചോയ്സസ്. Some key choices include access to resources and a long and healthy life and education. UNDP പറഞ്ഞതനുസരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ മനുഷ്യ വികസനം എന്നുദ്ദേശിക്കുന്നത് ജനങ്ങളുടെ തിരഞ്ഞെടുപ്പുകൾ, പീപ്പിൾ ചോയ്സ് ഇൻക്രീസ് ചെയ്യുന്നതിലൂടെയാണ്. അതുപോലെ തന്നെ വളരെ നല്ല ആരോഗ്യകരമായിട്ടുള്ള ജീവിതം, വിദ്യാഭ്യാസം, അതുപോലെ തന്നെ എല്ലാത്തിലേക്കുമുള്ള ആക്സസ്, റിസോഴ്സസിലേക്ക്, ഇതൊക്കെ തന്നെ ഈ ഒരു ഹ്യൂമൻ ഡെവലപ്മെൻറ്റിനകത്ത് വരുന്നുണ്ട്. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഫോക്കസ് ഓൺ ക്രിയേറ്റിംഗ് കണ്ടീഷൻസ് വെർ പീപ്പിൾ ക്യാൻ ലിവ് ലോങ്, ഹെൽത്തി ആൻഡ് ഫുൾഫില്ലിംഗ് ലീവ്സ്. അതായത് ആളുകൾക്ക് ഒരുപാട് വർഷവും ആരോഗ്യകരമായിട്ട് അല്ലെങ്കിൽ സംതൃപ്തമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഫോക്കസ് ചെയ്യുന്നൊരു കാര്യമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ
It involves two aspects: building human capabilities like health and knowledge, and using these capabilities for various purposes such as work, leisure and participation in society. അതായത് ഇത് രണ്ട് കാര്യങ്ങളിലൂടെയാണ്, അതായത് രണ്ട് വശങ്ങളിലൂടെയാണ് പറയുന്നത്. ആരോഗ്യവും അറിവ് തുടങ്ങിയ മനുഷ്യൻ്റെ കഴിവുകളൊക്കെ തന്നെ, ആ ക്യാപ്പബിലിറ്റീസ് ഒക്കെ തന്നെ ബിൽഡ് ചെയ്യുക, ഇതൊക്കെ തന്നെ ജോലി അല്ലെങ്കിൽ സമൂഹത്തിലെ പങ്കാളിത്തം എന്നിങ്ങനെ വിവിധ ആവശ്യങ്ങൾക്കായിട്ട് ഈ കഴിവുകളെ ഉപയോഗിക്കുക എന്നാണ് അതിൽ പറയുന്നത്. മറ്റ് ഡെവലപ്മെൻറ്റ് അപ്രോച്ചസിനെ മാറ്റി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ആളുകൾക്കാണ് മുൻഗണന നൽകുന്നത്. അതായത് not just as recipients of economic growth but as an active agents of change in all aspects of society. റെസിപ്പിയൻസ് എന്നുള്ള നിലയിൽ മാത്രമല്ല, ഒരു സാമ്പത്തിക വളർച്ചയുടെ അതുപോലെ സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇവരുടെ സജീവമായിട്ടുള്ള പങ്കാളിത്തത്തെക്കുറിച്ചിട്ടുമൊക്കെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റിൽ പറയുന്നുണ്ട്. പോവേർട്ടി അക്കോർഡിംഗ് ടു ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് പെർസ്പെക്റ്റീവ് ഈസ് നോട്ട് ജസ്റ്റ് എബൌട്ട് ഹൗ ലോ ഇൻകം ബട്ട് ഓൾസോ എബൌട്ട് lack of opportunities and choice for decent life with dignity and freedom. അതായത് നമ്മൾ ഈ പറയുന്ന ഹ്യൂമൻ ഡെവലപ്മെൻറ്റിൻ്റെ വീക്ഷണം അനുസരിച്ചിട്ട് ദാരിദ്ര്യം എന്ന് പറയുന്നത് കുറഞ്ഞ വരുമാനം ഉണ്ടാവുന്നത് കൊണ്ട് മാത്രം ഉണ്ടാവുന്ന ഒന്നല്ല പോവേർട്ടി എന്ന് പറയുന്നത്. ഇത് നമ്മൾ പറയുന്നത് ഡിഗ്നിറ്റിയും അതുപോലെ ഫ്രീഡവും അതുപോലെ ജീവിതത്തിലുണ്ടാവുന്ന അവസരങ്ങൾ, ഈ ചോയ്സസിൻ്റെ ഒക്കെ തന്നെ അഭാവത്തോട് കൂടിയിട്ടാണ് ഈ ദാരിദ്ര്യം എന്ന് പറയുന്നത് ഉണ്ടാവുന്നത് എന്നാണ് പറയുന്നത്. മനുഷ്യ വികസനത്തിൻ്റെ 4 പ്രധാന ഘടകങ്ങളെക്കുറിച്ചിട്ടാണ് മെഹബൂബ് ഉൽ ഹക്ക് പറയുന്നത്. അതായത് ഇക്വിറ്റി, സസ്റ്റൈനബിലിറ്റി, പ്രൊഡക്ടിവിറ്റി ആൻഡ് എംപവർമെൻറ്റ്. ഈ 4 എണ്ണമാണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 4 ഘടകങ്ങളെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇക്വിറ്റി എന്ന് പറയുന്നത് ensuring fair access to education, health and political rights and addressing socio-economic inequalities especially for marginalized groups. അതായത് വിദ്യാഭ്യാസവും ആരോഗ്യവും രാഷ്ട്രീയമായിട്ടുള്ള അവകാശങ്ങളൊക്കെ തന്നെ എല്ലാവർക്കും ന്യായമായിട്ടുള്ള പ്രവേശനം അല്ലെങ്കിൽ എല്ലാത്തിലും ആക്സസ് കൊടുക്കുക, ഈ സാമൂഹിക സാമ്പത്തിക ഇനക്വാളിറ്റീസ് അതായത് അസമത്വങ്ങൾ ഒക്കെ തന്നെ പരിഹരിക്കുക. അതുപോലെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളുണ്ടാവും, അതായത് മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പുകളുണ്ടാവും, അവരെല്ലാവരെയും മുന്നോട്ട് കൊണ്ടുവരിക. ഇതൊക്കെയാണ് ഇക്വിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സസ്റ്റൈനബിലിറ്റി വെച്ച് കഴിഞ്ഞാൽ ensuring that opportunities are available not only to present but also future generations by preserving all forms of capital, physical, human and environmental. സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഇക്വിറ്റി എന്ന് പറഞ്ഞ കാര്യത്തിൽ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും കൊണ്ടുവരുമ്പോൾ ഈ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ തന്നെ ഈ ഒരു പ്രസൻറ്റ് സമയത്ത് മാത്രം കൊടുക്കാതെ ഫ്യൂച്ചറിലും അത് കൊടുക്കാം, ഫ്യൂച്ചർ ജനറേഷൻസിലേക്കും ഇതൊക്കെ പ്രിസർവ് ചെയ്ത് കൊടുക്കാം എന്നാണ് പറയുന്നത്. അടുത്തത് പ്രൊഡക്ടിവിറ്റിയാണ്. പ്രൊഡക്ടിവിറ്റി പറയുന്നത് എംപവറിംഗ് പീപ്പിൾ ടു ഇൻക്രീസ് ദെയർ പ്രൊഡക്ടിവിറ്റി ആൻഡ് പാർട്ടിസിപ്പേറ്റ് ഫുള്ളി ഇൻ ഇൻകം ജനറേഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ്. അതായത് ഓരോ ഇൻഡിവിജ്വലിനെയും എംപവർ ചെയ്ത് കൊണ്ടുവരിക, ശാക്തീകരിച്ച് കൊണ്ടുവരിക. എന്തിനു വേണ്ടിയിട്ട്? അവരുടെ പ്രൊഡക്ടിവിറ്റിയിലുള്ള പാർട്ടിസിപ്പേഷനിലേക്കും അല്ലെങ്കിൽ ഇൻകം ജനറേറ്റ് ചെയ്യാനും എംപ്ലോയ്മെൻറ്റിനും എല്ലാത്തിലേക്കും വേണ്ടിയിട്ട് അവരെ മാക്സിമം ഫോഴ്സ് ചെയ്യുക അല്ലെങ്കിൽ അവരെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരിക. അപ്പോൾ പ്രൊഡക്ടിവിറ്റി അവിടെ ഇൻക്രീസ് ആവുന്നു. അതുപോലെ എംപവർമെൻറ്റ്, ശാക്തീകരണം എന്ന് പറയുന്നത് ആളുകളെ അവരുടെ ജീവിതത്തിൽ ഏത് തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഏത് പ്രക്രിയകളിലും സജീവമായിട്ട് പങ്കെടുക്കാൻ വേണ്ടി പ്രൊമോട്ട് ചെയ്യുക, അവരുടെ കഴിവുകൾ അതായത് കപ്പാസിറ്റീസ്, കേപ്പബിലിറ്റീസ് ഒക്കെ തന്നെ പുറത്തേക്ക് കൊണ്ടുവരിക, അവരുടെ ചോയ്സ്, പീപ്പിൾസ് ചോയ്സ് അല്ലെങ്കിൽ ഫ്രീഡം ഓഫ് ചോയ്സ്, ഈ ഒരു കാര്യത്തിനും കൂടുതൽ ഊന്നൽ നൽകുക എന്നൊക്കെയാണ് എംപവർമെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മെഹബൂബ് ഉൽ ഹക്ക് പറയുന്നതിനനുസരിച്ചിട്ട് ഹ്യൂമൻ ഡെവലപ്മെൻറ്റിന് 4 കീ കോമ്പണൻസ് ആണുള്ളത്: ഇക്വിറ്റി, സസ്റ്റൈനബിലിറ്റി, പ്രൊഡക്ടിവിറ്റി ആൻഡ് എംപവർമെൻറ്റ്. അടുത്തത് അമർത്യ സെന്നിൻ്റെ ക്യാപ്പബിലിറ്റി അപ്രോച്ചിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. Amartya Sen's capability approach, which earned him a Nobel Prize, revolutionized development economics. Instead of focusing solely in income, Sen emphasized the expansion of people's capabilities as the true measure of development. He argues that society's well-being should be judged not by just its income level but also its people, abilities and opportunities. അതായത് അമർത്യ സെന്നിൻ്റെ ഈ ഒരു ക്യാപ്പബിലിറ്റി അപ്രോച്ചാണ് അദ്ദേഹത്തിന് നോബൽ സമ്മാനം നേടിക്കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഡെവലപ്മെൻറ്റ് എക്കണോമിക്സിലൊരു റവല്യൂഷൻ സൃഷ്ടിച്ചതും ഈ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ക്യാപ്പബിലിറ്റി അപ്രോച്ച് കൊണ്ടാണ്. ഇൻകത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം ഡെവലപ്മെൻറ്റിൻ്റെ റിയൽ ആയിട്ടുള്ള ഒരു മെഷർമെൻറ്റ് ടൂളായിട്ട് ജനങ്ങളുടെ
കഴിവുകളൊക്കെ തന്നെ പ്രൊമോട്ട് ചെയ്യണം, അല്ലെങ്കിൽ കഴിവുകളൊക്കെ തന്നെ അതിൽ ഇൻഫ്ലുവൻസ് ആവുന്നുണ്ട് എന്നാണ് സെന്ന് പറയുന്നത്. ഒരു സമൂഹത്തിൻ്റെ ക്ഷേമം, അതായത് ഒരു സൊസൈറ്റിയുടെ വെൽഫെയർ അല്ലെങ്കിൽ എന്ന് പറയുന്നത് അതിൻ്റെ ഇൻകം നൽകുന്ന ഒരു നിലവാരം മാത്രമല്ല, ആളുകളുടെ കഴിവുകളും അവർക്ക് ലഭിക്കുന്ന അവസരങ്ങളും കൂടി വിലയിരുത്തപ്പെടണമെന്നാണ് സെന്നിൻ്റെ ക്യാപ്പബിലിറ്റി അപ്രോച്ചിൽ പറയുന്നത്. സെൻ ഡിസ്റ്റിങ്വിഷസ് ബിറ്റ്വീൻ മീൻസ് ആൻഡ് എൻഡ്സ് ഓഫ് ഡെവലപ്മെൻറ്റ്. വികസനത്തിൻ്റെ മാർഗങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ തന്നെ സെന്ന് പറയുന്നുണ്ട്. വൈൽ ഇൻകം ഈസ് സീൻ ആസ് എ മീൻ ടു അച്ചീവ് ഡെവലപ്മെൻറ്റ്, capabilities such as health, education and participation in community life are considered as the ultimate goal. അതായത് വരുമാനം വികസനം കൈവരിക്കുന്നതിനുള്ള ഒരു ഉപാധി മാത്രമായിട്ട് കാണപ്പെടുമ്പോൾ ഈ ആരോഗ്യം, വിദ്യാഭ്യാസം, ഈ സാമൂഹ്യ ജീവിതത്തിലെ പങ്കാളിത്തം തുടങ്ങിയിട്ടുള്ള എല്ലാ കഴിവുകളും അതായത് അൾട്ടിമേറ്റ് ഗോളായിട്ട്, ആത്യന്തിക ലക്ഷ്യമായിട്ട് കണക്കാക്കപ്പെടണമെന്നാണ് സെന്നിൻ്റെ ക്യാപ്പബിലിറ്റി അപ്രോച്ചിൽ പറയുന്നത്. സെൻ ഹൈലൈറ്റ്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ് കൺസംഷൻ ഓവർ ഇൻകം, എംഫസൈസിങ് ദാറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്മ്യൂണിറ്റീസ് മാറ്റർ മോർ ദാൻ മിയർ പൊസഷൻ. വരുമാനത്തേക്കാൾ, അതായത് ഇമ്പോർട്ടൻസ് ഓഫ് കൺസംഷൻ ഓവർ ഇൻകം, കൺസംഷനാണ്, അതായത് ഇൻകത്തിനേക്കാളും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് കൺസംഷനാണ്. ഒരു കമ്മ്യൂണിറ്റി കൈവശം വയ്ക്കുന്നതിനേക്കാളും അതിൻ്റെ സവിശേഷതകളാണ് പ്രധാനമായിട്ടുള്ളത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതൊരു എക്സാമ്പിളിലൂടെ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഫോർ ഇൻസ്റ്റൻസ് ഹാവിങ് എ ബൈസിക്കിൾ ഈസ് ലെസ് ഇമ്പോർട്ടൻറ്റ് ദാൻ ദ മൊബിലിറ്റി ഇറ്റ് പ്രൊവൈഡ്സ്. ആക്സസ് ടു ദീസ് ക്യാരക്ടറിസ്റ്റിക്സ് ഡിപ്പെൻഡ്സ് ഓൺ ഇക്കണോമിക്, സോഷ്യൽ ആൻഡ് ഫിസിക്കൽ കണ്ടീഷൻസ്. അതായത് ഇപ്പോൾ ഒരു ബൈസിക്കിൾ വെച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ സെന്നിൻ്റെ ഈ ഒരു ക്യാപ്പബിലിറ്റി അപ്രോച്ച് വെച്ചിട്ട് ഒരു ബൈസിക്കിൾ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരാൾക്കൊരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് പോകാൻ വേണ്ടി സാധിക്കുന്നു, അതായത് റീച്ച് സ്കൂൾ, വർക്ക് ഓർ എനിവെയർ എന്ന് പറയാം. അതുപോലെ തന്നെ ബൈസിക്കിൾ റൈഡ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുന്നു. അതുപോലെ അത് ലേൺ ചെയ്യാൻ പറ്റും. അതായത് നമുക്കിപ്പോൾ ഈ ഒരു ബൈസിക്കിൾ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ സ്കൂളിൽ പോകുന്നത്. അപ്പോൾ നമുക്ക് ലേൺ ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഒരു റൈഡിങ്ങിലൂടെ ഒരുപാട് ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും, കമ്മ്യൂണിറ്റി ആക്ടിവിറ്റിയിലേക്ക് ചെല്ലാൻ വേണ്ടി പറ്റും, എൻവയോൺമെൻറ്റിന് ഹെൽപ്പ് ചെയ്യാം. അതായത് അവിടെ ഒരു ബൈക്ക് ഉപയോഗിക്കുന്നതിനേക്കാളും എത്രയോ ബെറ്ററാണ് ബൈസിക്കിൾ. സോ അവിടെ പൊല്യൂഷൻ കാര്യങ്ങളൊന്നും ഉണ്ടാവുന്നില്ല, എയർ ക്ലീൻ ആയിട്ട് നിൽക്കുന്നു. അപ്പോൾ ഒരു ബൈസിക്കിൾ എന്ന് പറയുന്നത് നോട്ട് ജസ്റ്റ് ഫോർ എ റൈഡ്, അതായത് നമുക്കൊരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തുക എന്നുള്ളത് മാത്രമല്ല ബൈസിക്കിൾ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയുടെ ക്യാപ്പബിലിറ്റി എന്ന് പറയുന്നത്. അതിന് പലതരത്തിലുള്ളതുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇതാണ് അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇനി സെൻ, അതായത് അമർത്യ സെൻ എങ്ങനെയാണ് ഡിപ്രിവേഷനെ ഡിഫൈൻ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ആസ് ദ ഇൻഎബിലിറ്റി ടു അച്ചീവ് ബേസിക് ഹ്യൂമൻ ഫങ്ഷനിങ് സച്ച് ആസ് ബീയിങ് ഫ്രീ ഫ്രം ഹങ്കർ ഓർ ഡിസീസ്, participating in social and political life, expressing freedom of choice and enjoying overall freedom. അതായത് പട്ടിണിയോ രോഗമോ ഒന്നുമില്ലാതെ സാമൂഹികവും നമ്മൾ പറയുന്ന രാഷ്ട്രീയമായിട്ടുള്ള ജീവിതത്തിൽ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, പങ്കാളികളായിട്ടിരിക്കുക, അവിടെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യത്തെ പ്രകടിപ്പിക്കുക, അങ്ങനെ മൊത്തത്തിൽ അവർക്ക് ലഭിക്കുന്ന ഫ്രീഡത്തെ ആസ്വദിക്കുക. ഇങ്ങനെയുള്ള മനുഷ്യൻ്റെ അടിസ്ഥാന പ്രവർത്തനങ്ങൾ കൈവരിക്കാനുള്ള ഒരു കഴിവില്ലായ്മയെ കുറിച്ചിട്ടാണ് ഡിപ്രിവേഷനിൽ പറയുന്നത്. അതൊരു ഇൻഎബിലിറ്റി എന്നാണ് പറയുന്നത്. ഡിപ്രിവേഷൻ ആസ് ദ ഇൻഎബിലിറ്റി, എന്തൊക്കെ ഈ ബേസിക് ഹ്യൂമൻ ഫങ്ഷനിങ്ങിന് വേണ്ടിയിട്ടുള്ള, അതായത് ഫ്രീ ഫ്രം ഹങ്കർ ഓർ ഡിസീസ്, പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ലൈഫ്, എക്സ്പ്രസിങ് ഫ്രീഡം ഓഫ് ചോയ്സ് ആൻഡ് എൻജോയിങ് ഓവറോൾ ഫ്രീഡം. അപ്പോൾ ഇതൊന്നും ലഭിക്കാതിരിക്കുന്ന അല്ലെങ്കിൽ ഇതൊന്നും കൈവരിക്കാനുള്ള കഴിവില്ലായ്മയാണ് നമ്മൾ ഡിപ്രിവേഷൻ എന്നുകൊണ്ട് അമർത്യ സെൻ ഉദ്ദേശിക്കുന്നത്. He illustrate the concept of functioning with the example of bicycling. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് സൈക്ലിംഗ് എന്ന് പറയുന്ന ഒരു ഉദാഹരണത്തിലൂടെ ഈ ഒരു പ്രവർത്തനത്തിൻ്റെ ആശയത്തെയാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഒരു ബൈക്ക് കൈവശം വയ്ക്കുന്നതും സൈക്കിൾ ചവിട്ടാനുള്ള കഴിവും തമ്മിൽ നമ്മൾ വേർതിരിച്ചറിയണം. അതുപോലെ തന്നെ പട്ടിണിയിൽ നിന്നും രോഗങ്ങളിൽ നിന്നും മുക്തനായിട്ടിരിക്കാനും നമ്മൾ ഈ പറയുന്ന സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള ജീവിതത്തിൽ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും ഫ്രീഡം ഓഫ് ചോയ്സ് അത് പ്രകടിപ്പിക്കാനും സ്വാതന്ത്ര്യം ആസ്വദിക്കാനും എന്നിവയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ സെൻ ഇതിൽ പറഞ്ഞു തീർക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത പറയുന്നത് ഡെവലപ്മെൻറ്റ് ആസ് എ ഫ്രീഡം, അതായത് ഒരു സ്വാതന്ത്ര്യം എന്ന നിലയിലുള്ള വികസനത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. അമർത്യ സെൻ കൺസെപ്റ്റ് ഓഫ് ഡെവലപ്മെൻറ്റ് ആസ് എ ഫ്രീഡം അണ്ടർസ്കോർസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫ്രീഡം ഓഫ് ചോയ്സ് ഇൻ ഹ്യൂമൻ വെൽബീയിങ്. ഹി ആർഗ്യൂസ് ദാറ്റ് true development involves expanding people capabilities to have more choices in life. അതായത് അമർത്യ സെന്നിൻ്റെ ഡെവലപ്മെൻറ്റ് എന്നുള്ള, അതായത് വികസനം എന്ന് പറയുന്ന ഒരു ആശയം മനുഷ്യൻ്റെ ക്ഷേമത്തിൽ, അതായത് തിരഞ്ഞെടുക്കാനുള്ള അയാളുടെ ഫ്രീഡത്തെയാണ് പറയുന്നത്. ജീവിതത്തിൽ കൂടുതലായിട്ടുള്ള ചോയ്സസ് ഉണ്ടാവുകാനും അതൊക്കെ ആളുകളുടെ കഴിവുകൾ വികസിപ്പിക്കുന്നതാണ് ട്രൂ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് എന്നാണ് അമർത്യ സെൻ പറയുന്നത്. Sen distinguishes between being hungry by choice, as a case of a fasting monk,
and being hungry due to lack of options. As in the case of starving poor person, development then is about increasing the real freedom by removing various constraints that limit people's choices. അതായത് ഇവിടെ പറയുന്നത് വളരെ ഭക്ഷണം കുറവ് കഴിക്കുന്ന ഒരു സന്യാസിയെ സങ്കല്പിക്കാനാണ്. അവയുടെ വിശ്വാസങ്ങളൊക്കെ കാരണമായിരിക്കും അവർ ഈ ഒരു വഴി തിരഞ്ഞിട്ടുണ്ടാവുക. പക്ഷേ പട്ടിണി കിടക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഭക്ഷണം ആവശ്യമായിരുന്നിട്ടും അത് ലഭിക്കാതെ പോകുന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ സന്യാസി കുറച്ച് ഭക്ഷണം കഴിക്കണം എന്നുള്ളത് തിരഞ്ഞെടുക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതേസമയം പട്ടിണി കിടക്കുന്ന വ്യക്തിക്ക് അവർ ആഗ്രഹിച്ചു കഴിഞ്ഞാലും അത് ലഭിക്കുന്നില്ല. സോ എന്തെങ്കിലും ആഗ്രഹിക്കുന്നതിന് പകരം നിങ്ങൾ ആവശ്യമുള്ളത് തിരഞ്ഞെടുക്കാനും ആക്സസ് ചെയ്യാനുമുള്ള കഴിവിൽ നിന്നാണ് യഥാർത്ഥ ക്ഷേമം ലഭിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയി തോന്നുന്നു. അതായത് സന്യാസിക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, പക്ഷേ അത് ലിമിറ്റ് ചെയ്ത് നിൽക്കുന്നു. പക്ഷെ ഇപ്പോഴത്തെ പട്ടിണി കിടക്കുന്ന ആൾക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി ഒന്നുമില്ലാത്തൊരവസ്ഥ. സോ അയാളുടെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് അയാൾ വേണമെന്ന് വെച്ച് ചെയ്യുന്നതല്ല, അയാൾക്ക് അങ്ങനെ ആയി പോയത് കൊണ്ടാണ്. സോ ഇവിടെ ഉണ്ടാവുന്നത് ആ വ്യക്തി പട്ടിണിയിൽ നിന്നും മാറി അയാൾക്ക് ചോയ്സസ്, അതായത് ഇപ്പോഴത്തെ അയാളുടെ ആവശ്യം എന്ന് പറയുന്നത് പട്ടിണി മാറ്റുക എന്നുള്ളതാണ്. പക്ഷെ അത് അവിടെ ഉണ്ടാവുന്നില്ല. സോ അയാളെ കുറച്ചുകൂടി പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് ആ പട്ടിണി മാറ്റി അയാൾക്കും ചോയ്സ്, ഫ്രീഡം ഓഫ് ചോയ്സ് എന്നുള്ളൊരു കാര്യത്തിലേക്ക് എത്തിക്കണം. അവിടെയാണ് യഥാർത്ഥ ക്ഷേമം ഉണ്ടാവുന്നതെന്നാണ് അമർത്യ സെൻ പറയുന്നത്. സെൻ ഐഡൻറ്റിഫൈസ് 5 types of instrumental freedoms that complement each other. ഓരോന്നിനും പരസ്പര പൂരകമാവുന്ന 5 തരത്തിലുള്ള ടൂൾസിനെ കുറിച്ചിട്ടാണ്, അതായത് ഫ്രീഡത്തിൻ്റെ ടൂൾസിനെ കുറിച്ചിട്ടാണ് സെന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഫ്രീഡം ആണ്. വോട്ട് ചെയ്യാനുള്ള അവകാശം അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള പങ്കാളിത്തം കൊണ്ടുവരാനുള്ള അവകാശത്തെക്കുറിച്ചിട്ടും, അതുപോലെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, അതുപോലെ അൺസെൻസേർഡ് ആയിട്ടുള്ള പ്രസ്, അതായത് ഫ്രീഡത്തോടു കൂടി വർക്ക് ചെയ്യാൻ പറ്റുന്ന പ്രസ്സുകളെ കുറിച്ചിട്ടൊക്കെയാണ് പൊളിറ്റിക്കൽ ഫ്രീഡത്തിൽ പറയുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എക്കണോമിക് ഫെസിലിറ്റീസ് ആണ്, അതായത് സാമ്പത്തികമായിട്ടുള്ള സൗകര്യങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഇൻഡിവിജ്വൽസ് ടു യൂസ് ഇക്കണോമിക് റിസോഴ്സസ് ഫോർ കൺസംഷൻ, പ്രൊഡക്ഷൻ ഓർ എക്സ്ചേഞ്ച്. ഇക്കണോമിക് അൺഫ്രീഡംസ് ക്യാൻ arise from restrictions on labor market participation or access to financial support. Economic facilities എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ പ്രൊഡക്ഷനോ അല്ലെങ്കിൽ അവയെ തമ്മിലുള്ള ട്രാൻസാക്ഷനോ അല്ലെങ്കിൽ വ്യക്തികൾക്ക് അവരുടെയൊക്കെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഉപയോഗിക്കാനുള്ള അവസരത്തെക്കുറിച്ചിട്ടാണ് ഇക്കണോമിക് ഫെസിലിറ്റീസിൽ പറയുന്നത്. ഇതിനൊന്നും ഇക്കണോമിക് അൺഫ്രീഡംസ്, അതായത് ഈ സാമ്പത്തിക സ്വാതന്ത്ര്യമില്ലായ്മ അല്ലെങ്കിൽ ഒരുപാട് ലേബർ മാർക്കറ്റിൽ ഉണ്ടാകുന്ന റെസ്ട്രിക്ഷൻസ്, അതായത് വർക്ക് ചെയ്യുന്ന സ്ഥലത്തുണ്ടാവുന്ന പലതരത്തിലുള്ള ഇഷ്യൂസ്, ആ ഒരു ഇക്വാളിറ്റി ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥ. അപ്പോൾ ഇക്കണോമിക് ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന പോലെ ഓപ്പർച്യൂണിറ്റി, ഒരു ഇൻഡിവിജ്വലിൻ്റെ ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ എക്കണോമിക് റിസോഴ്സസ് കൺസംഷൻ ചെയ്യാനും പ്രൊഡക്ഷൻ ചെയ്യാനും എക്സ്ചേഞ്ച് ചെയ്യാനൊക്കെ തന്നെ. അപ്പോൾ അതാണ് സെന്ന് ഡിഫൈൻ ചെയ്യുന്ന സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത്. തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് സോഷ്യൽ ഓപ്പർച്യൂണിറ്റീസ് ആണ്, അതായത് സാമൂഹികമായിട്ടുള്ള അവസരങ്ങളെ കുറിച്ചിട്ടൊരു മെച്ചപ്പെട്ട ജീവിതം ലഭിക്കാനുള്ള ഓരോ ഇൻഡിവിജ്വലിൻ്റെയും ഫ്രീഡത്തെ ആണ് അതിൽ പറയുന്നത്. എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, ഇതൊക്കെ തന്നെ ആ ഒരു വ്യക്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അതുപോലെ തന്നെ ലീവ് ബെറ്റർ ലൈഫ്സ്, അതായത് ഫ്രീഡം ടു ലീവ് ബെറ്റർ ലൈഫ്സ് എന്നാണ് പറയുന്നത്. സ്വാതന്ത്ര്യത്തോട് കൂടിയിട്ട് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാനുള്ള ഒരു മെച്ചപ്പെട്ട ജീവിതം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. ലിറ്ററസി ആൻഡ് ഗുഡ് ഹെൽത്ത് ആർ എസെൻഷ്യൽ ഫോർ ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ. അപ്പോൾ സാമ്പത്തികവും രാഷ്ട്രീയമായിട്ടുള്ള ഈ ഒരു പാർട്ടിസിപ്പേഷന് നമ്മൾ പറയുന്ന പോലെ എഡ്യൂക്കേഷനും ഹെൽത്തും ഏറ്റവും അനിവാര്യമാണെന്നാണ് പറയുന്നത്. ട്രാൻസ്പെറൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ സുതാര്യത എന്നാണ് പറയുന്നത്. സുതാര്യതയെക്കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓരോ പബ്ലിക് അതോറിറ്റിയും അല്ലെങ്കിൽ ഗവൺമെൻറ്റും ഒക്കെ തന്നെ അവരുടെ എല്ലാ കാര്യങ്ങളും ട്രാൻസ്പെറൻ്റ് ആയിട്ട് നിൽക്കുക, എല്ലാ കാര്യങ്ങളെക്കുറിച്ചിട്ടും ഇൻഫോർമേഷൻസ് പബ്ലിക്കിലേക്ക് കൊടുക്കുക. അതിനെയാണ് ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത്. അതിപ്പോൾ ഏത് തരത്തിലാവട്ടെ, അതായത് ഇതെന്താണ് പ്രിവെൻറ്റ് കറപ്ഷൻ, അതായത് അഴിമതിയും അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ദുർനടപ്പും ഒക്കെ തന്നെ തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പബ്ലിക് അതോറിറ്റീസ് അവരുടെ വിവരങ്ങളൊക്കെ തന്നെ എല്ലാ വിവരങ്ങളിലേക്കും ഈ നോർമൽ പീപ്പിളിന് ആക്സസ് കൊടുക്കുക എന്ന് പറയുന്നത്. അടുത്തത് പ്രൊട്ടക്റ്റീവ് സെക്യൂരിറ്റി ആണ്. ഇപ്പോൾ provision of social safety nets to lift people out of extreme poverty, starvation and death. This includes institutional scholarships, unemployment benefits and income supplement of the destitute. അതായത് പലതരത്തിൽ, അതായത് ഇപ്പോൾ ദാരിദ്ര്യം, പട്ടിണി, മരണം, ഇതിൽ നിന്നൊക്കെ തന്നെ ആളുകളെ കരകയറ്റാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള സെക്യൂരിറ്റീസ് കൊണ്ടുവരാം. അതായത് ഇപ്പോൾ സ്കോളർഷിപ്പുകൾ, തൊഴിലില്ലായ്മയ്ക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ, ഈ വരുമാനം, അതായത് ദരിദ്രർക്കുള്ള വരുമാനം റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പോളിസീസ്, ഇതൊക്കെയാണ് ഈ ഒരു സംരക്ഷണത്തിൽ വരുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു 5 പോയിന്റ്സ് എന്ന് പറയുന്നത്. സെൻ ഫ്രെയിംവർക്ക് ഹൈലൈറ്റ്സ് ദ ഇന്റർ കണക്റ്റഡ്നെസ് ഓഫ് ഇക്കണോമിക്, പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഫ്രീഡംസ് ഓഫ് പ്രൊമോട്ടിംഗ്
Human development and emphasizes the importance of public action in ensuring these freedoms for all individuals. അതായത് ഹ്യൂമൻ ഡെവലപ്മെൻറ്റിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇക്കണോമിക് ആയിട്ടും പൊളിറ്റിക്കലും സോഷ്യലി ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഈ ഒരു ഫ്രീഡത്തിൻ്റെ ഇൻ്റർ കണക്ഷനെ കുറിച്ചിട്ടാണ് സെന്ന് ഇതിൽ പറയുകയും എല്ലാ ഇൻഡിവിജ്വലിനും ഫ്രീഡം ഉറപ്പാക്കുന്നതിൽ ഇപ്പോൾ ഒരു പബ്ലിക്കിൻ്റെ പ്രവർത്തനം അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യം ഇതിൽ ഊന്നി പറയുന്നുണ്ട്. സോ ഇതാണ് ഇതിൻ്റെ 5 പോയിന്റ്സ് എന്ന് പറയുന്നത്. ഇതിൽ ഗവൺമെൻറ്റിൻ്റെ സുതാര്യതയെക്കുറിച്ചിട്ടും സാമൂഹികമായിട്ട് ലഭിക്കേണ്ട അവസരങ്ങളെക്കുറിച്ചിട്ടും പലതരത്തിലുള്ള സംരക്ഷണങ്ങളെക്കുറിച്ചിട്ടും ഒക്കെ തന്നെ പറയുന്നുണ്ട്. രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇക്കണോമിക് ഫെസിലിറ്റീസിനെ കുറിച്ചും പറയുന്നുണ്ട്. ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് സ്ട്രക്ചറൽ ഫീച്ചേഴ്സ് ഓഫ് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് അല്ലെങ്കിൽ എക്കോണമീസ് എന്ന് പറയാം. ഒരു അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രിയുടെ അല്ലെങ്കിൽ ഒരു എക്കോണമിയുടെ സവിശേഷതകളെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ അവയുടെ സ്ട്രക്ചറൽ ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഈ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങൾ ഒരുപാട് തരത്തിലുള്ള ഇക്കണോമിക് ചലഞ്ചസ് നേരിടുന്നുണ്ട്. അവിടുത്തെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്ന് പറയുന്നത് തന്നെ വളരെ ലോ ആണ്. അതുപോലെ തന്നെ ഒരുപാട് സവിശേഷതകളുണ്ട് അവർക്ക്, അതായത് കുറേ ഫീച്ചേഴ്സ് ഉണ്ട് അവർക്ക്. അതായത് ഈ ഉൽപാദനം, അതായത് പ്രൊഡക്ഷനിലും കൺസംഷനിലും ഈ ഇൻകം ഡിസ്ട്രിബ്യൂഷനിലും അല്ലെങ്കിൽ ബേസിക് നീഡ്സിലേക്കുള്ള ഓരോരുത്തരുടെ ആക്സസിനെ കുറിച്ചിട്ടൊക്കെ തന്നെ പലതരത്തിലാണ് നമുക്കിതിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പറ്റുക. അപ്പോൾ ഈ അണ്ടർ ഡെവലപ്ഡ് നേഷൻസിൻ്റെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ഫീച്ചേഴ്സിലേക്കാണ് നമ്മൾ പോകുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലോവർ പെർ ക്യാപിറ്റ റിയൽ ഇൻകം ആണ്, അതായത് താഴ്ന്ന പ്രതിശീർഷ വരുമാനം എന്ന് പറയാം. ഈ അണ്ടർ ഡെവലപ്ഡ് നേഷൻസിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ലോവർ പെർ ക്യാപിറ്റ ഇൻകം ആണെന്ന് നമ്മൾ പറഞ്ഞു. അവിടുത്തെ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് ലോ ലെവലിലായതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാവുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകൾ അല്ലെങ്കിൽ അവരുപയോഗിക്കുന്ന ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജീസ്, ഇതൊക്കെ തന്നെയാണ് അവരെ ഈ ലോവർ പെർ ക്യാപിറ്റ ഇൻകത്തിലേക്ക് നയിക്കുന്നത്. അതുപോലെ തന്നെ GDPയുടെ ഉയർന്ന വളർച്ച അല്ലെങ്കിൽ ഉയർന്ന വരുമാനം എന്നൊക്കെ പറയുന്നത് അവിടെ വളരെയധികം എത്താത്തൊരു സ്ഥിതിയാണ് കാണുന്നത്. ഈ ഒരു GDPയുടെ വളർച്ചയാണ് അവരുടെ പുരോഗതിക്ക് കാരണമാവുന്നതിനാൽ, പക്ഷേ അവിടെയുള്ള ജനസംഖ്യയുടെ കണക്കനുസരിച്ചിട്ടുമൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ താഴ്ന്ന വരുമാനമുള്ള മിക്ക രാജ്യങ്ങളിലും ഇതാണ് അവസ്ഥ. അതായത് ലോവർ പെർ ക്യാപിറ്റ ഇൻകം ആണ് അവരുടെ അവസ്ഥ എന്ന് പറയുന്നത്. അവരുടെ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി അവർക്ക് പറ്റുന്നില്ല. അതുപോലെ തന്നെ ആഫ്രിക്കൻ കൺട്രീസൊക്കെയാണ് ഇതിൻ്റെ എക്സാമ്പിളായിട്ട് നമ്മൾ പറയുന്നത്. സോ ഇതാണ് താഴ്ന്ന പ്രതിശീർഷ വരുമാനം എന്ന് പറയുന്നത്. ലോവർ പെർ ക്യാപിറ്റ ഇൻകം ആണ് ഒരു അണ്ടർ ഡെവലപ്ഡ് എക്കോണമി അല്ലെങ്കിൽ കൺട്രിയുടെ ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് പോപ്പുലേഷൻ ഗ്രോത്ത് ആണ്, ജനസംഖ്യയിലുള്ള വളർച്ച. അണ്ടർ ഡെവലപ്ഡ് നേഷൻസ് എപ്പോഴും റാപ്പിഡ് ആയിട്ടുള്ള ജനസംഖ്യ വളർച്ചാ നിരക്കാണ് അവിടെ കാണിക്കുന്നത്. വലിയ ഒരു ജനസംഖ്യാ വലിപ്പവും പക്ഷേ അവർക്കനുസരിച്ചിട്ടുള്ള രീതിയിലുള്ള ഒരു കാര്യങ്ങളും അവർക്ക് അവിടെ ഉണ്ടാവുന്നില്ല. അതായത് പോപ്പുലേഷൻ സൈസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, അവിടെ ഒരു പോപ്പുലേഷൻ എക്സ്പ്ലോഷനാണ് ഉണ്ടാവുന്നത്, അതായത് ജനസംഖ്യാ വിസ്ഫോടനമാണ് അവിടെ ഉണ്ടാവുന്നത്. പെർട്ടിക്കുലർലി ആസ് എ മെഡിക്കൽ അഡ്വാൻസ്മെൻറ്റ്, ഡിസീസ് മോർട്ടാലിറ്റി റേറ്റ്സ്. മെഡിക്കൽ രംഗത്തുള്ള പുരോഗതി മൂലം അവിടുത്തെ മരണനിരക്ക് കുറയ്ക്കാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് തന്നെ ജനസംഖ്യ വളർച്ച ഇൻക്രീസ് ആവുകയും, അതായത് അവർ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും, പക്ഷെ അവിടെ പോവേർട്ടി കൂടുകയാണ് ചെയ്യുന്നത്. അതായത് പ്രത്യേകിച്ച് ഒരു സേവിങ് റേറ്റോ അല്ലെങ്കിൽ അവർക്കൊരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അൺഎംപ്ലോയ്മെൻറ്റും അതുപോലെ തന്നെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡിക്ലൈനിങ് മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ, അതായത് ഉൽപാദനക്ഷമത കുറയുന്നതിനൊക്കെ തന്നെ കാരണമാവുന്നു. അപ്പോൾ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് പോപ്പുലേഷൻ ഗ്രോത്ത് ആണ്. ഫസ്റ്റ് വൺ പറഞ്ഞത് ലോവർ പെർ ക്യാപിറ്റ ഇൻകം ആണ്. സെക്കൻഡ് വൺ ജനസംഖ്യാ വളർച്ച, അതായത് പോപ്പുലേഷൻ ഗ്രോത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. തേർഡ് വൺ എന്ന് പറയുന്നത് പ്രിഡോമിനൻസ് ഓഫ് അഗ്രികൾച്ചർ, അതായത് കൃഷിയുടെ ആധിപത്യത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. അഗ്രികൾച്ചർ റിമൈൻസ് ദ പ്രൈമറി ഇക്കണോമിക് ആക്ടിവിറ്റി ഇൻ മെനി അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ്. പല അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിലും കൃഷിയാണ് അവരുടെ പ്രാഥമികമായിട്ടുള്ള സാമ്പത്തിക സോഴ്സ് അല്ലെങ്കിൽ സാമ്പത്തിക ആക്ടിവിറ്റി ആയിട്ട് നിൽക്കുന്നത്. GDPയിലൊക്കെ വെക്കുമ്പോൾ അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും അവിടുത്തെ മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് ഈ ഒരു തൊഴിലിൽ ഉണ്ടാവുന്ന, അതായത് അതിൽ നിന്നും വലിയ രീതിയിലുള്ള ഒരു ഇൻകം ലഭിക്കാതിരിക്കുകയും വളരെ പഴയ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജീസ് യൂസ് ചെയ്യും, ഭൂമി കൈവശം വയ്ക്കുന്നത് പല രീതിയിലായതുകൊണ്ടും അതുപോലെ കുറഞ്ഞ പ്രൊഡക്ഷൻ അതായത് പ്രൊഡക്ടിവിറ്റി കുറവും കുറഞ്ഞ വരുമാനം തുടങ്ങിയ വെല്ലുവിളികളാണ് ഈ അണ്ടർ ഡെവലപ്ഡ് നേഷൻസ് അഭിമുഖീകരിക്കുന്നത്. അപ്പോൾ അഗ്രികൾച്ചർ സെക്ടറാണ് അവരുടെ മെയിൻ സോഴ്സ് എന്നുണ്ടെങ്കിലും ഇതൊക്കെ അവർ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ അവിടെ കൂടുതലായിട്ടും പോവേർട്ടി ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഫോർത്ത് വൺ എന്ന് പറയുന്നത് ഡോമിനൻസ് ഓഫ് പ്രൈമറി കമ്മോഡിറ്റീസ് ഇൻ ഫോറിൻ ട്രേഡ്, അതായത് വിദേശ വ്യാപാരത്തിൽ ഉണ്ടാവുന്ന കമ്മോഡിറ്റീസിൻ്റെ
ആധിപത്യത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് ഓഫൺ റിലൈ ഹെവിലി ഓൺ ദി എക്സ്പോർട്ട് ഓഫ് പ്രൈമറി കമ്മോഡിറ്റീസ് സച്ച് എസ് റൈസ്, വീറ്റ്, ടീ ആൻഡ് കോഫി. ഹവർ ഏർണിംഗ്സ് ഫ്രം ദീസ് എക്സ്പോർട്സ് ആർ വോളറ്റൈൽ ഡ്യൂ ടു പ്രൈസ് ഫ്ലക്ച്വേഷൻസ് ഇൻ ദ ഗ്ലോബൽ മാർക്കറ്റ്സ്. അതായത് ഈ അണ്ടർ ഡെവലപ്ഡ് നേഷൻസ് എപ്പോഴും അരി, ഗോതമ്പ്, ചായ, കാപ്പി തുടങ്ങിയ ഈ ഗുഡ്സാണ് കൂടുതലും കയറ്റുമതി ചെയ്യുന്നത്. അതിനെയാണ് അവർ ഏറ്റവും അധികം ആശ്രയിക്കുന്നതും. പക്ഷേ ഒരു ഗ്ലോബൽ മാർക്കറ്റ് വെച്ച് നോക്കുമ്പോൾ അവിടെ പ്രൈസ് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും. അതായത് ഇതൊക്കെ നോർമൽ ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് തന്നെ അവിടെ എന്തുണ്ടാവും, പ്രൈസ് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ എക്സ്പോർട്ടിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം എന്ന് പറയുന്നത് സ്റ്റേബിൾ ആയിട്ടുള്ള ഒന്നല്ല. എന്നാൽ ഈ ഡെവലപ്ഡ് നേഷൻസ് ആവട്ടെ, അവർക്ക് കൂടുതൽ വരുമാനം ലഭിക്കുന്നത് കുറച്ചുകൂടി ഇൻഡസ്ട്രി ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ മറ്റ് പ്രൊഡക്റ്റുകളൊക്കെ തന്നെ കയറ്റുമതി ചെയ്യുന്നതിലൂടെയാണ്. പക്ഷേ ഇവർ ഈ എന്താ പറയുക, പ്രൈമറി എന്നുള്ള രീതിയിൽ ഈ അഗ്രികൾച്ചർ ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ അരി, ഗോതമ്പ്, ചായ ഇതിനെയൊക്കെ ആശ്രയിച്ച് അതിൽ നിന്ന് ഇൻകം ലഭിക്കണമെന്ന് പറയുന്നത് വളരെയധികം പ്രതികൂലമായിട്ടാണ് അവരുടെ മാർക്കറ്റിനെയും ഇൻകം കപ്പാസിറ്റിയും ഒക്കെ തന്നെ സ്വാധീനിക്കുന്നത്. അപ്പോൾ 4th വൺ എന്ന് പറയുന്നത് ഡോമിനൻസ് ഓഫ് പ്രൈമറി കോമോഡിറ്റീസ് ഇൻ ഫോറിൻ ട്രേഡ് ആണ്. അടുത്തത് ഡുവലിസം ഇൻ പ്രൊഡക്ഷൻ ആണ്. അതായത് ഉൽപ്പാദനത്തിൽ ഉണ്ടാവുന്ന രണ്ട് വാദങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഹൈലൈറ്റ് ദ കോ എക്സിസ്റ്റൻസ് ഓഫ് അഡ്വാൻസ്ഡ് മോഡേൺ പ്രൊഡക്ഷൻ മെത്തേഡ്സ് എലോങ് സൈഡ് പ്രിമിറ്റീവ് ട്രഡീഷണൽ വൺസ് ഇൻ LDCs. Discuss how the modern sector benefit from capital intensive technology and access to utilities while the primitive sector struggle with ഔട്ട്ഡേറ്റഡ് മെത്തേഡ്സ് ആൻഡ് ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്സ്. അതായത് ഉൽപ്പാദനത്തിലുണ്ടാവുന്ന ഇഷ്യൂസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇപ്പോഴും ഈ അണ്ടർ ഡെവലപ്ഡ് നേഷൻസ് ഒക്കെ തന്നെ വളരെയധികം ട്രഡീഷണൽ ആയിട്ടുള്ള രീതികളാണ് ഫോളോ ചെയ്യുന്നത്. ടെക്നോളജീസ് കാര്യങ്ങളൊന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. കാലഹരണപ്പെട്ടുള്ള ഈ രീതികളും അതുപോലെ തന്നെ നല്ല രീതിയിൽ ലേബർ ഇൻറ്റൻസീവ്, അതായത് അധ്വാനം തീവ്രമായിട്ടുള്ള വേണ്ടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോഴും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ തന്നെ അവരെ നെഗറ്റീവായിട്ടുള്ള രീതിയിലാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. സോ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു നേഷൻ്റെ മറ്റൊരു ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഡുവലിസം ഇൻ പ്രൊഡക്ഷൻ ആണ്. അടുത്തത് ലേബർ ഡിസ്പാരിറ്റി ആൻഡ് അൺഎംപ്ലോയ്മെൻ്റ് ആണ്. എംഫസൈസ് ദ ലേബർ അലോക്കേഷൻ discrepancies between the modern and primitive sectors, with the skilled workers favoring the former, leading to disguised unemployment in the latter. Discuss the limited access to financial resources and resulting stagnation into primitive sectors growth. അതായത് തൊഴിൽ മേഖലയിൽ ഉണ്ടാവുന്ന ഡിസ്പാരിറ്റി, അസമത്വത്തെക്കുറിച്ചിട്ടും അത് പിന്നീട് അൺഎംപ്ലോയ്മെൻറ്റിലേക്ക് നയിക്കുന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം മോഡേണും അതുപോലെ ട്രഡീഷണൽ ആയിട്ടുള്ള പലതരത്തിലുള്ള മേഖലകളുണ്ടാവും. ഇവിടെയൊക്കെ തന്നെ തൊഴിൽ എത്രത്തോളം ഉണ്ട്, അതായത് ഈ ലേബർ അലോക്കേഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തിലുണ്ടാവുന്ന പൊരുത്തക്കേടുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇപ്പോൾ വിത്ത് സ്കിൽഡ് വർക്കേഴ്സ് ഫേവറിങ് ദ ഫോമർ, അതായത് ആദ്യത്തെ ആധുനികമായിട്ടുള്ള കാര്യങ്ങളെ ആയിരിക്കും സ്കിൽഡ് ആയിട്ടുള്ള വിദഗ്ധരായിട്ടുള്ള തൊഴിലാളികൾ അനുകൂലിക്കുന്നുണ്ടാവുക. പക്ഷേ അവരെ ഈ പ്രാകൃതമായിട്ടുള്ള രീതിയിലേക്ക് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, ഈ ഒരു ജോലി ചെയ്യില്ല. അതിലൂടെ അവിടെ ഒരു തൊഴിലില്ലായ്മ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഫിനാൻഷ്യൽ റിസോഴ്സസിലേക്ക് ഒരു സ്റ്റാഗ്നേഷനിലേക്ക്, ഒരു സ്തംഭന അവസ്ഥയിലേക്ക് അത് നയിക്കുകയാണ് ചെയ്യുന്നത്. ഒരു സെക്ടറും അവിടെ ഗ്രോ ചെയ്യാണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. സോ ലേബർ ഡിസ്പാരിറ്റി ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സ് ഒരിക്കലും ട്രഡീഷണൽ വേ ഫോളോ ചെയ്യില്ല. സോ അവരെന്ത് ചെയ്യും, അൺഎംപ്ലോയിഡ് ആയിട്ട് തന്നെ ഇരിക്കും. അവർക്കൊരിക്കലും ഈ ഒരു ട്രഡീഷണൽ വേയിൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അവിടെ നിന്നും ഫിനാൻഷ്യൽ റിസോഴ്സസിലേക്കുള്ള ആക്സസ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആവും. അതുപോലെ സ്റ്റാഗ്നേഷൻ സംഭവിക്കുകയും ചെയ്യും. അടുത്തത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെവലപ്മെൻ്റ് ആണ്. ഇപ്പോൾ സാമ്പത്തികമായിട്ടുള്ള വളർച്ചയും അല്ലെങ്കിൽ അവയുടെ ഡെവലപ്മെൻറ്റ് ഒക്കെ തന്നെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വളരെയധികം പ്രാധാന്യമുണ്ട്. പക്ഷേ അണ്ടർ ഡെവലപ്ഡ് നേഷൻസിൽ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെയധികം കുറവാണ്. അവരുടെ ഭരണത്തിൽ കൃത്യമായിട്ടുള്ള ട്രാൻസ്പെറൻസിയോ അല്ലെങ്കിൽ അക്കൗണ്ടബിലിറ്റി ഒന്നും ഉണ്ടാവില്ല, എഫിഷ്യൻസി ഒന്നും ഉണ്ടാവില്ല. അവിടെ ഈ സ്ഥാപനങ്ങളൊക്കെ തന്നെ മോശമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുകയും അവിടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു പ്രശ്നമായിട്ട് മാറുകയും ചെയ്തു. സാധാരണ ഗവൺമെൻറ്റിൻ്റെയൊക്കെ എഫിഷ്യൻസിയും അക്കൗണ്ടബിലിറ്റിയും ട്രാൻസ്പെറൻസിയും ഒക്കെ തന്നെ ഒരു നേഷൻ്റെ വളർച്ചയ്ക്ക് ഉതകുന്നതാണ്. പക്ഷേ അണ്ടർ ഡെവലപ്ഡ് നേഷൻസിൽ ഇതൊന്നും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. സോഷ്യൽ ഓവർഹെഡ് ക്യാപിറ്റൽ, അതായത് SOC എന്ന് പറയുന്നത് explain the significance of SOC encompassing essential infrastructure such as energy sources, transportation networks, education and healthcare services in enhancing productivity and facilitating economic growth in LDCs. അതായത് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിന് ഈ നമ്മൾ പറയുന്ന അണ്ടർ ഡെവലപ്ഡ് നേഷൻസിൻ്റെയൊക്കെ തന്നെ
സാമ്പത്തികമായിട്ടുള്ള വളർച്ച അല്ലെങ്കിൽ ഗ്രോത്ത് ഒക്കെ തന്നെ സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സോഷ്യൽ ഓവർഹെഡ് ക്യാപിറ്റൽ വരുന്നത്. അതായത് റിസോഴ്സസിൻ്റെ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ട്രാൻസ്പോർട്ടേഷൻ നെറ്റ്വർക്കുകൾ, എഡ്യൂക്കേഷൻ, ഹെൽത്തിൻ്റെ റിലേറ്റ് ചെയ്യുന്ന സർവീസസ്, ഇതൊക്കെ തന്നെയാണ് ഇത്തരം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ തന്നെയാണ് SOCയിൽ വരുന്നത്. ഈ SOCയുടെ പ്രാധാന്യത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. പക്ഷേ നമ്മൾ ഈ പറയുന്ന അണ്ടർ ഡെവലപ്ഡ് നേഷൻസിൽ SOC ഭയങ്കരമായിട്ട് മോശമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുകയാണ്. അതായത് SOC നല്ല രീതിയിലാണ് ഉണ്ടാവുന്നതെങ്കിൽ, അതായത് സോഷ്യൽ ഓവർഹെഡ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും, നല്ല ഡെവലപ്ഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. പക്ഷേ അണ്ടർ ഡെവലപ്മെൻറ്റ് നേഷൻസിൽ ഇതൊരു പോരായ്മയായിട്ട് നിൽക്കുകയാണ്. സോഷ്യൽ ഓവർഹെഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് അവിടെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ നെക്സ്റ്റ് പറയാൻ വേണ്ടി പോകുന്നത് വാട്ട് ഈസ് ഡെവലപ്മെൻറ്റ് ഗ്യാപ്പ് എന്നാണ്. ഈ ഡെവലപ്മെൻറ്റ് ഗ്യാപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡെവലപ്മെൻറ്റ് ഗ്യാപ്പ് മീൻസ് ദാറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ റിച്ച് ആൻഡ് പുവർ കൺട്രീസ്, അതായത് ഡെവലപ്ഡ് കൺട്രീസും അണ്ടർ ഡെവലപ്ഡ് കൺട്രീസും തമ്മിലുള്ള ഡിഫറൻസിനാണ് ഡെവലപ്മെൻറ്റ് ഗ്യാപ്പിൽ പറയുന്നത്. ഈ ഡെവലപ്ഡ് കൺട്രീസിൽ ഒരുപാട് മണി ഉണ്ടാവും, ബെറ്റർ ടെക്നോളജി ഉണ്ടാവും, കുറച്ചുകൂടി നല്ല പീപ്പിൾ ആയിരിക്കും, അതായത് നല്ല സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആയിരിക്കും അവിടുത്തെ ഓരോ ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത്. പക്ഷേ അണ്ടർ ഡെവലപ്ഡ് കൺട്രിയിൽ അവർ ലോ ഇൻകം വെച്ചിട്ടായിരിക്കും സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവുക, ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജീസ് ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക, അവിടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്ന് പറയുന്നത് വളരെയധികം കുറവായിരിക്കും. സോ വൺ റീസൺ ഫോർ ദിസ് ഗ്യാപ്പ് ഈസ് അൺഫെയർ ട്രേഡിംഗ് റൂൾസ്. അവിടുത്തെ ഇതിൻ്റെ ഏറ്റവും വലിയ റീസൺ എന്ന് പറയുന്നത് ട്രേഡിംഗ് റൂൾസിലുള്ള അൺഫെയർ ആണ്. അതായത് വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിന് അവർക്ക് കൂടുതൽ ബെനഫിറ്റ് കിട്ടും ട്രേഡിംഗ് കൊണ്ട്. അതുകൊണ്ട് തന്നെ പുവർ കൺട്രീസ് അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് എന്ന് പറയുന്നത് അവർക്ക് കുറച്ചുകൂടി ഹാർഡാണ് ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന രീതിയിൽ ട്രേഡിൽ നിന്നും മറ്റുമൊക്കെ ഗ്രോ ചെയ്ത് വരാൻ വേണ്ടിയിട്ട്. സോ to bridge this gap we need fair trade and debt policies so all countries have a chance to develop and thrive. അതായത് എല്ലാ രാജ്യങ്ങളും വികസിപ്പിക്കാനും അല്ലെങ്കിൽ അവർക്കൊക്കെ അഭിവൃദ്ധി പ്രാപിക്കാനും അവസരമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു തരത്തിലുള്ള ഡെവലപ്മെൻറ്റ് ഗ്യാപ്പ് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് മികച്ച വ്യാപാരവും അല്ലെങ്കിൽ ട്രേഡും അല്ലെങ്കിൽ ഡെപ്റ്റ് പോളിസീസ്, കടനയങ്ങളൊക്കെ തന്നെ ആവശ്യമാണെന്നാണ് പറയുന്നത്. Moreover, the technology gap between developed and underdeveloped nations further widen the development gap, as underdeveloped countries often rely on advanced nations for costly technological imports. അതായത് ഇതിലൊരു പ്രശ്നമായിട്ട് പറയുന്നത് ഈ നമ്മൾ പറയുന്ന ഡെവലപ്ഡ് നേഷൻസും അണ്ടർ ഡെവലപ്ഡ് നേഷൻസ് തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട ഗ്യാപ്പ് എന്ന് പറയുന്നത് സാങ്കേതികമായിട്ടുള്ള ടെക്നോളജിക്കൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഗ്യാപ്പാണ്. ഇപ്പോൾ പുവർ നേഷൻസിന് പലപ്പോഴും നമ്മൾ ഈ പറയുന്ന ഡെവലപ്ഡ് നേഷൻസിൽ നിന്നാണ് വില കൂടിയ സാങ്കേതിക വിദ്യകളൊക്കെ തന്നെ വാങ്ങേണ്ടി വരുന്നത്, അതായത് ടെക്നോളജീസൊക്കെ കാര്യങ്ങൾ തന്നെ വാങ്ങേണ്ടി വരുന്നത് ഇവരിൽ നിന്നാണ്. ഇത് അവരെ മറ്റുള്ളവരെ ആശ്രയിക്കുകയും ആ ആശ്രയത്തിലൂടെ പിടിച്ചു നിൽക്കാൻ പാടുപെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു അണ്ടർ ഡെവലപ്ഡ് നേഷനെയാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുക. സോ അവർക്ക് വികസിപ്പിക്കാൻ കഴിയാത്ത ഒരു തരത്തിലുള്ള ഒരു കാര്യമാണ് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ജോലികളില്ല, വിദ്യാഭ്യാസം കറക്റ്റായിട്ട് കിട്ടുന്നില്ല, ഇൻകം ഡിസ്ട്രിബ്യൂഷൻ കറക്റ്റായിട്ട് നടക്കുന്നില്ല, ആരോഗ്യ പ്രശ്നങ്ങൾ തുടങ്ങിയ എല്ലാത്തിലേക്കും ഇത്തരത്തിലുള്ള ഒരു ഡിപ്പെൻഡൻസി അവയെ നയിക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ പുവർ നേഷൻസിലെ ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം ലഭിക്കുന്നതിനും അതുപോലെ ആരോഗ്യം, സംരക്ഷണം, വിദ്യാഭ്യാസം, ക്ലീൻ വാട്ടർ തുടങ്ങിയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ തന്നെ ലഭ്യമാക്കുന്നതിനും ഈ പ്രശ്നങ്ങൾ എങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവുന്നു എന്നൊക്കെ തന്നെയാണ് അമർത്യ സെൻ പറയുന്നത്. Amartya Sen talks about how these issues make it harder for people in underdeveloped countries to get enough food and access basic things like health care, education and clean water. സോ നമ്മൾ ഈ പറയുന്ന അനുസരിച്ചിട്ട് ഈ ഒരു ഡെവലപ്മെൻറ്റ് ഗ്യാപ്പ്, അതായത് വികസന വിടവ് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് മാറ്റങ്ങളാണ് പോളിസീസിൽ വരുത്തേണ്ടത്. അതായത് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പണത്തിൻ്റെ പ്രശ്നങ്ങൾ, അതായത് ദിസ് മീൻസ് not just fixing money problems but also investing in things like school, hospitals and helping people in gain skills. By dealing with issues like unfair trade, heavy debts and unequal access to technology, we can start making development more fair and equal for everyone around the world. അതായത് നമ്മൾ ഈ പറയുന്ന ഡെവലപ്മെൻറ്റ് ഗ്യാപ്പ് പണത്തിൻ്റെ പ്രശ്നം പരിഹരിക്കുക മാത്രമല്ല ചെയ്യേണ്ടത്, സ്കൂളുകൾ, ആശുപത്രികൾ അങ്ങനെയുള്ള എല്ലാത്തിലും ഇൻവെസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ വ്യാപാരത്തിലും ഈ ഡെപ്റ്റിൻ്റെ ഇഷ്യൂസിലൊക്കെ തന്നെയും അതുപോലെ ടെക്നോളജികൾക്കൊക്കെ തന്നെ കുറച്ചുകൂടി ആക്സസ് കൊടുക്കുക. അതുപോലെ ലോകത്തിലെ എല്ലാവർക്കും വികസനവും കൂടുതലായിട്ട് എല്ലാവർക്കും ന്യായം കൊടുക്കുക എന്നുള്ള രീതിയിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഡെവലപ്മെൻറ്റ് ഗ്യാപ്പ് ഇല്ലാതാകും എന്നാണ് അമർത്യ സെൻ പറയുന്നത്. ഇനി നമ്മൾ പറയുന്നത് വാട്ട് ഈസ് മൾട്ടിപ്പിൾ ഇക്വിലിബ്രിയം എന്നാണ്. മൾട്ടിപ്പിൾ ഇക്വിലിബ്രിയം വെച്ച് കഴിഞ്ഞാൽ
The early years of 21st century underscore the importance of coordination of successful development. അതായത് ഈ 21ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ വർഷങ്ങളിലാണ് വികസനത്തിന് എത്രത്തോളം കോർഡിനേഷൻ്റെ ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കുന്നത്. കോംപ്ലിമെൻറ്റാരിറ്റി between various actions is essential for development, where one action taken by an agent supplement the action taken by another. അതായത് വിവിധ പ്രവർത്തനങ്ങൾ തമ്മിലുള്ള പരസ്പരമുള്ള ഒരു ഇൻ്റർ കണക്ഷൻ ഡെവലപ്മെൻറ്റിന് അത്യന്താപേക്ഷിതമാണെന്നാണ് പറയുന്നത്. അതായത് ഒരു ഏജൻ്റ് എടുക്കുന്ന ഒരു പ്രവർത്തനം മറ്റൊന്ന് ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിന് അനുബന്ധമാണ്. When agents fail to coordinate their behavior, it can lead to coordination failure, resulting in a worse outcome for all involved. അതായത് ഒരു ഏജൻറ്റ് ചെയ്യുന്ന ഈ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് അതിനോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരെയൊക്കെ തന്നെ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്ന ഒന്നാണ്. അതായത് ഒരു ഏജൻറ്റ് ചെയ്യുന്നത് കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ അവിടെ ഒരു ഫെയിലിയർ ഉണ്ടാവും. അതായത് കോർഡിനേഷൻ ഫെയിലിയർ എന്നുള്ളൊരു കാര്യത്തിലേക്ക് അത് പോകും. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇൻ ആൻ അണ്ടർ ഡെവലപ്ഡ് എക്കോണമി, ഇഫ് എ സോഫ്റ്റ്വെയർ ഫേം cannot find skilled software experts, it will not establish a branch. ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു അണ്ടർ ഡെവലപ്ഡ് എക്കോണമിയിൽ അല്ലെങ്കിൽ ഒരു കൺട്രിയിൽ ഒരു സോഫ്റ്റ്വെയർ സ്ഥാപനം സ്കിൽഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറിൻ്റെ എംപ്ലോയീസിനെ അല്ലെങ്കിൽ വിദഗ്ധരെ കണ്ടുപിടിക്കാൻ വേണ്ടി കഴിയില്ല എന്നുണ്ടെങ്കിൽ അവരൊരു ബ്രാഞ്ച് അവിടെ സ്ഥാപിക്കില്ല. ഇപ്പോൾ നേരെ മറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാർക്ക് തൊഴിൽ നൽകാൻ വേണ്ടിയിട്ടുള്ള സ്ഥാപനങ്ങൾ ഇല്ലയെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ സ്കില്ല് കറക്റ്റായിട്ട് ഉപയോഗിക്കാനോ അവരുടെ സ്കില്ല് എൻഹാൻസ് ചെയ്യാനോ വേണ്ടി പറ്റില്ല. സോ ഇവിടെ കോർഡിനേഷൻ്റെ അഭാവം, അതായത് ഇറ്റ് ക്യാൻ ലീഡ് ടു കോർഡിനേഷൻ ഫെയിലിയർ റിസൾട്ടിങ് ഇൻ എ വേഴ്സ് ഔട്ട്കം ഫോർ ഓൾ ഇൻവോൾവ്. അതായത് ഇവിടെ എന്ന് പറയുന്നത് ആ ഒരു കോർഡിനേഷൻ്റെ അഭാവം മൂലം ഒരു സമ്പദ് വ്യവസ്ഥയിൽ എന്തുണ്ടാവും, ഒരു താഴ്ന്ന നിലയിലുള്ള സന്തുലിതാവസ്ഥ. അതായത് ദിസ് ടൈപ്പ് ഓഫ് ലാക്ക് ഓഫ് കോർഡിനേഷൻ ക്യാൻ ട്രാപ്പ് ദ എക്കോണമി ഇൻ ലോ ലെവൽ ഇക്വിലിബ്രിയം. അവിടെ ഒരു ലോ ലെവൽ ഇക്വിലിബ്രിയമാണ് ഉണ്ടാവുന്നത്. വെർ റിയൽ ഇൻകം ആൻഡ് ഗ്രോത്ത് റേറ്റ്സ് റിമെയിൻ സ്റ്റാഗ്നൻറ്റ്. അതായത് ഇപ്പോൾ നമ്മൾ യഥാർത്ഥ വരുമാനവും വളർച്ചാ നിരക്കൊക്കെ തന്നെ അവിടെ സ്റ്റാഗ്നൻ്റ് ആയിട്ട്, അതായത് നിശ്ചലമായിട്ട് തുടരുമെന്നാണ് പറയുന്നത്. ഇനി അഡോപ്ഷൻ ഓഫ് ടെക്നോളജി ദാറ്റ് ഓൾസോ ഇല്ലുസ്ട്രേറ്റ് കോംപ്ലിമെൻറ്റാരിറ്റി. അതായത് ട്രഡീഷണൽ ടെക്നോളജി മേ ബി അക്സെപ്റ്റഡ് ഫോർ ഇറ്റ്സ് ലോ കോസ്റ്റ് ആൻഡ് പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റി, മേക്കിംഗ് ഇറ്റ് ചാലഞ്ചിങ് ഫോർ മോഡേൺ ലോ കോസ്റ്റ് ടെക്നോളജി ടു ഗെയിൻ അക്സെപ്റ്റൻസ്. അതായത് സാങ്കേതിക വിദ്യയുടെ ഉപയോഗത്തെക്കുറിച്ചിട്ടും അതിൻ്റെ ഒരു പരസ്പരമായിട്ടുള്ള ഒരു കണക്ഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇപ്പോൾ പരമ്പരാഗതമായിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ടെക്നോളജീസ് നമ്മൾ കുറഞ്ഞ വിലയും അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ മറ്റ് ഇൻഫ്ലുവൻസസ് കൊണ്ടായിരിക്കാം അത് സ്വീകാര്യമായി തീരുന്നത്. എന്നാൽ മോഡേൺ ടെക്നോളജീസിനെ സംബന്ധിച്ച് ചിലവ് കുറഞ്ഞതും സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് കുറച്ചുകൂടി സ്വീകാര്യം നേടുകയും ചെയ്യുന്നു. അവിടെ ഒരു വെല്ലുവിളി ഉണരുകയാണ്. അപ്പോൾ അതായത് എല്ലാ സ്ഥാപനങ്ങളും ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നേട്ടങ്ങളും അവിടെ കൂടിക്കൊണ്ടിരിക്കും. സമ്പദ് വ്യവസ്ഥ എന്തിരിക്കും, ഉയർന്ന നിലയിലേക്ക് പോകും. അതായത് കോർഡിനേഷൻ ഉണ്ടാവുന്നു, മോഡേൺ ടെക്നോളജീസ് യൂസ് ചെയ്യുന്നു, അങ്ങനെ അവിടെ ഒരു ഉയർന്ന ഇക്വിലിബ്രിയം, അതായത് ഒരു ബെറ്റർ ഇക്വിലിബ്രിയമാണ് അവിടെ ഉണ്ടാവുന്നത്. നേരെ മറിച്ച് നമ്മളിപ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ള സാങ്കേതിക വിദ്യ മാത്രം ദത്തെടുത്തുകൊണ്ട് ഒരു സമ്പദ് വ്യവസ്ഥ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ലോ ലെവലുള്ള ഒരു ഇക്വിലിബ്രിയത്തിലേക്കാണ് നയിക്കുന്നത്. സോ ഇതാണ് ഒന്നിലധികമുള്ള സന്തുലിതാവസ്ഥ എന്ന്, അതായത് മൾട്ടിപ്പിൾ ഇക്വിലിബ്രിയത്തെ കുറിച്ച് പറയുന്നത്. ഇത് വളരെ സിമ്പിളാണ്. അതായത് കോർഡിനേഷനും കോംപ്ലിമെൻറ്റാരിറ്റിയാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇക്വിലിബ്രിയം ഉണ്ടാവുന്നത്, അതായത് ഒന്നിലധികം ഇക്വിലിബ്രിയം ഒരു സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഒരു അണ്ടർ ഡെവലപ്ഡ് എക്കോണമിയിൽ ഉണ്ടാവുന്നത് എങ്ങനെയാണെന്നാണ് പറഞ്ഞത്. അതിൽ കോർഡിനേഷനുള്ള പ്രാധാന്യത്തെക്കുറിച്ചിട്ടും അതുപോലെ ടെക്നോളജീസ് മറ്റ് കാര്യങ്ങൾക്കുള്ള പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു. എങ്ങനെയാണ് ഒരു ലോ ലെവൽ ഇക്വിലിബ്രിയം ഉണ്ടാവുന്നത്, ഒരു ബെറ്റർ ഇക്വിലിബ്രിയം ഉണ്ടാവുന്നതെന്നൊക്കെയാണ് നമ്മളിത് ഓരോന്നായിട്ട് ലിസ്റ്റ് ചെയ്തത്. അതായത് ഇപ്പോൾ കോംപ്ലിമെൻറ്റാരിറ്റിക്ക് നമ്മൾ എക്സാമ്പിൾ പറയുന്നത് ട്രഡീഷണലും മോഡേൺ ടെക്നോളജിയും തമ്മിൽ വേഴ്സസ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷൻസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കോർഡിനേറ്റിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്നുള്ള രീതിയിൽ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻസ് വേണം. മാർക്കറ്റ് ഫോഴ്സസും ഇക്വിലിബ്രിയം തമ്മിലുള്ള ഒരു കണക്ഷനും നമ്മൾ ഇതിനകത്ത് പറഞ്ഞു കഴിഞ്ഞു.